വേഗത്തിൽ നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗത്തിലേക്ക് തന്നെ കടന്നു വരാം. യെശയ്യാ പ്രവചനം 41 അധ്യായം അതിന്റെ 10 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സ്തോത്രം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യെശയ്യാ പ്രവചനം 41 അധ്യായത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒരു വാക്യത്തിൽ തന്നെ അധികമായ വാഗ്ദത്തങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാനിതിലെ കുഞ്ഞുങ്ങളോടൊക്കെ ഒന്ന് പറയുകയാണ്, യെശയ്യാ പ്രവചനം 41 അധ്യായത്തിലെ പ്രോമിസസിനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഷുറൻസുകളെ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുതിയാൽ ഭയങ്കരമായിട്ട് എണ്ണമറ്റ ഈ 10 വാക്യം തന്നെ ഒന്ന് എടുത്തു നോക്ക്. ഭയപ്പെടരുത്, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കരുത്, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് താങ്ങും. ഒറ്റ വാക്യത്തിൽ തന്നെ 7 വാഗ്ദത്തങ്ങൾ. ഈ ഒരു വാഗ്ദത്തത്തെ തന്നെ നമ്മൾ അങ്ങോട്ട് ഇരുന്ന് പഠിച്ചാൽ ഈ 41 അധ്യായം ഒരു സീരീസ് ഓഫ് സ്റ്റഡിയായി, ബൈബിൾ സ്റ്റഡി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്നും തീരുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത അളവിൽ അങ്ങനെ ഭയങ്കര ഡെപ്തുള്ള ഒരു ചാപ്റ്ററാണ് യെശയ്യാ 41. യെശയ്യാ 41 കടന്നു വരുമ്പോൾ ഇസ്രായേലിൻ്റെ റിസ്റ്റോറേഷനെ കുറിച്ചാണ് ദൈവം സംസാരിക്കുന്നത്. റിസ്റ്റോറേഷനുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത്രയും ഡെപ്തായിട്ടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഇതിനകത്തെ ദൈവ സാന്നിധ്യത്തിനകത്തുകൂടെയുള്ളതായ പ്രധാന അനുഗ്രഹങ്ങളാണ് നാം കണ്ടത്. ദൈവ സാന്നിധ്യത്തിൽ 1 ശക്തീകരിക്കപ്പെടും, 2 സഹായിക്കപ്പെടും, 2 നീതിയുള്ള വലം കൈകൊണ്ട് താങ്ങപ്പെടും. ഇന്ന് രാത്രികാലം ശക്തീകരണത്തിൽ തന്നെ തുടരുകയാണ്. കഴിയുമെങ്കിൽ അതിനപ്പുറത്തേക്ക് കടക്കാം. എന്നാൽ ആ വാക്യത്തിൻ്റെ അവസാനം ഞാനൊന്ന് പറഞ്ഞിട്ട് മടങ്ങി വരട്ടെ. ആ വാക്യത്തിൻ്റെ അവസാനത്തിൽ പറയുകയാണ്, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങളൊന്ന് പറഞ്ഞേ. അനീതിയുള്ള കരങ്ങൾ കൊണ്ട് എന്നെ തള്ളുമ്പോൾ, ലോകം അനീതിയുള്ള കരങ്ങൾ കൊണ്ട് എന്നെ തള്ളുമ്പോൾ ദൈവം തൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് എന്നെ താങ്ങും. ലോകം നിങ്ങളോട് പറയുകയാണ് ഭയപ്പെട്ടുകൊള്ളുക എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ്, നീ ഭയപ്പെടണ്ട, ഞാനിനി നീയുമായിട്ട് ഒരു കൂട്ടുമില്ല എന്ന് ലോകം പറയുമ്പോൾ, മനുഷ്യർ ഉറ്റവർ ഉടയവർ പറയുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ലോകം നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുമ്പോൾ ദൈവം പറയുകയാണ്, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാനും നീയും തമ്മിൽ ഇനി ഒരു ബന്ധവും ഇല്ലെന്ന് ലോകക്കാർ നമ്മളോട് പറയുമ്പോൾ ദൈവം പറയുക, ഞാൻ നിന്റെ ദൈവമാകുന്നു. നീ ഇവിടെ തീരുമെന്ന് ലോകം നമ്മളോട് പറയുമ്പോൾ കർത്താവ് പറയുക, നീ എത്ര ബലഹീനനായാലും ഞാൻ നിന്നെ ശക്തീകരിക്കുക. നിനക്ക് ഒരു ഗതിയും ഉണ്ടാകത്തില്ലെന്ന് ലോകം പറയുമ്പോൾ കർത്താവ് പറയുക, ഞാൻ നിന്നെ സഹായിക്കാം. അനീതിയുടെ ബലമുള്ള കരങ്ങൾ കൊണ്ട് നമ്മളെ മനുഷ്യൻ തള്ളുമ്പോൾ സ്വർഗം നീതിയുള്ള വലം കൈ കൊണ്ട് നമ്മളെ ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് പറയാ, വീഴാൻ ഞാൻ അനുവദിക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. ദൈവ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഇന്നലെ രാത്രികാലം നാം ധ്യാനിച്ചത് ദൈവിക ശക്തീകരണത്തെ കുറിച്ചാണ് നാം ധ്യാനിച്ചത്. ദൈവം നമ്മളെ ശക്തീകരിക്കുക എന്നുള്ളത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. വലുതാക്കുന്നതും വിശാലമാക്കുന്നതും കർത്താവെ അതിനെ ശക്തീകരിക്കുന്നതും അങ്ങയുടെ പ്രവൃത്തിയാണ്. ഈ ശക്തീകരണത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് മനുഷ്യൻ്റെ ബലം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നാം കണ്ടത്. ഒന്ന്, മനുഷ്യൻ്റെ പാപമാണ് അവൻ്റെ ബലത്തെ നഷ്ടപ്പെടുത്തുന്നത്. ഇന്ന് പ്രഭാതത്തിലും ശാപത്തിൻ്റെ കയറുകൾ ഒരു മനുഷ്യൻ്റെ മേൽ മുറുകുവാൻ കാരണമായിരിക്കുന്നത് പാപമാണ് എന്ന് നാം കേട്ടു. സ്തോത്രം. പാപം ഒരു മനുഷ്യനെ ബലഹീനപ്പെടുത്തും. രണ്ടാമതായി, ഒരു മനുഷ്യൻ്റെ വിലാപങ്ങൾ, ഒരു മനുഷ്യൻ്റെ സങ്കടങ്ങൾ അവനെ ബലഹീനപ്പെടുത്തും. സ്തോത്രം. ഒരു മനുഷ്യൻ കരഞ്ഞ് അവൻ്റെ ബലം ഇല്ലാതായി പോകും. അപ്പോൾ ചോദിക്കാം, ഒരു ദൈവ പൈതൽ കരയുന്നത് തെറ്റാണോ? അവൻ്റെ സങ്കടം വരുമ്പോൾ പിന്നെ അവൻ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിലല്ലാതെ പിന്നെ എവിടെ പോയിരുന്നാൽ കരയേണ്ടത്? സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുന്നത് 2 തലത്തിലുണ്ട്. ഒന്ന്, നമ്മുടെ സങ്കടം പൊട്ടുമ്പോൾ ഒരു മനുഷ്യൻ്റെയും മുമ്പിൽ നമ്മൾ കരയരുത്. പകരം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പോയി നമുക്ക് അലമുറയിട്ട് കരയാം, ഭ്രാന്തനെ പോലെ കരയാം, സങ്കടപ്പെട്ട് കരയാം, ഏത് വിധത്തിലും നമുക്ക് ദൈവത്തോട് കരയാം. എൻ്റെ 14-ാമത്തെ വയസ്സൊക്കെ തുടങ്ങി ദൈവശബ്ദം കേട്ട് തുടങ്ങിയതാണ്. പക്വതയില്ലാത്ത പ്രായം. ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിയിട്ടുള്ളത്, ഞാൻ പരമാർത്ഥമായിട്ട് അങ്ങ് പറയാം,
ഏറ്റവും കൂടുതൽ പിണങ്ങിയിരുന്നിട്ടുള്ളത് ആരോടാണെന്ന് പറഞ്ഞാൽ, ഞാൻ പിണക്കമാണെന്ന് പറഞ്ഞിട്ടുള്ളത് ആരോടാണെന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തോടാണ് പറഞ്ഞിട്ടുള്ളത്. കർത്താവ്, ഞാൻ പിണക്കമാണെന്ന്. പലപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി സങ്കടം കൊണ്ട് പറയും, കർത്താവ്, ഇന്ന് ഞാൻ ഒന്നും പ്രാർത്ഥിക്കുന്നില്ല, ഇന്ന് ഞാൻ ഒന്നും മിണ്ടുന്നുമില്ല, പക്ഷേ ഞാനിവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഞാനിവിടെ ഇരിപ്പുണ്ട് ദൈവത്തോട്. കാരണം എനിക്ക് എൻ്റെ പിണക്കം എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരിടം ദൈവ സാന്നിധ്യമാണ്. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിയിട്ടുള്ളത് ദൈവത്തോടാണ്, ഏറ്റവും കൂടുതൽ മിണ്ടാതിരുന്നിട്ടുള്ളത് ദൈവത്തോടാണ്. സ്തോത്രം. ഇതൊക്കെ ചെയ്യാൻ എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുക്കലുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ ചെയ്തു. ഇതുപോലെ ഞാൻ ഏറ്റവും അലമുറയിട്ട് കരഞ്ഞിട്ടുള്ളത് ദൈവത്തിൻ്റെ സന്നിധാനത്തിലാണ്. ആകയാൽ സങ്കടം വരുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് കരയാം. പക്ഷേ ആ കരയുന്നത് ഒരു ആസ്വാദനമായി, ആ കരച്ചിലിനകത്ത് നമ്മൾ ഒതുങ്ങിപ്പോകരുത് സഹോദരങ്ങളെ. രണ്ട്, ദൈവസന്നിധിയിൽ നമ്മൾ കരയും. ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ, ദൈവം നമ്മളെ നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ നിറഞ്ഞൊഴുകും. ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു യൗവനക്കാരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാതെ കരയുവാൻ തുടങ്ങി. അവനാകെ അസ്വസ്ഥനായിട്ട് പറഞ്ഞു, പാസ്റ്റർ, നിങ്ങൾ കരയാതിരിക്കുക, നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന്. ഞാൻ പറഞ്ഞു, അവനെൻ്റെ അടുക്കൽ പറയാണ്, അവൻ പെന്തക്കോസ്റ്റോ അങ്ങനത്തെ ആ ഒരു അനുഭവത്തിലുള്ളവനല്ല, ഒരു നല്ല ക്രിസ്ത്യൻ പോലും അല്ല. അവൻ പറയുകയാണ്, പാസ്റ്റർ, ഞാൻ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടാണോ പാസ്റ്റർ കരയുന്നത്? ഞാൻ പറഞ്ഞു, അല്ല മോനെ, ദൈവസാന്നിധ്യം ഇറങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ കരഞ്ഞു പോകുന്നതാണ്. അത് ആ ഒരു എക്സ്പീരിയൻസ് നിനക്കുണ്ടാകും. പക്ഷെങ്കിൽ ഇതൊരു പരിശുദ്ധാത്മാവിൻ്റെ ഫ്ലേവർ ഇതാണ് എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. നമ്മൾ ദൈവസന്നിധിയിൽ കരയാം, പക്ഷെ ആ കരച്ചിൽ ട്രാൻസ്ഫോം ചെയ്യപ്പെടണം. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തോ. ദൈവസന്നിധിയിൽ ഇരുന്ന് യഥാർത്ഥമായി കരഞ്ഞാൽ ആ കരച്ചിൽ ദൈവസന്നിധിയിൽ ട്രാൻസ്ഫോം ചെയ്യപ്പെടണം. ദൈവസന്നിധിയിൽ ഒരു കരച്ചിൽ ട്രാൻസ്ഫോം ചെയ്യപ്പെടണം. എങ്ങനെയാണ് ദൈവസന്നിധിയിൽ കരച്ചിൽ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നത്? സ്തോത്രം. കർത്താവ് യേശു ഗത്സമനയിൽ ചെന്ന് ഹൃദയം കൊണ്ട് കരയുകയായിരുന്നു. യേശു സങ്കടപ്പെടുകയായിരുന്നു. പക്ഷേ യേശു കർത്താവ് കരഞ്ഞുകൊണ്ടാണ് ഗത്സമനയിൽ മുട്ടുകുത്തിയത്. പക്ഷെ അവിടെ നിന്ന് ഞരങ്ങിക്കൊണ്ടാണ് യേശു ഗത്സമനയിൽ മുട്ടുകുത്തിയത്. യേശുവിനെ കുറിച്ച് എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തൻ്റെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിച്ചു ഭയഭക്തി മുഖാന്തരം ഉത്തരം ലഭിച്ചുവെന്നാണ്. ആകയാൽ കർത്താവായ യേശു ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷയും അഭയാചനയും കഴിച്ചു. അപ്പോൾ യേശു കർത്താവ് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലാസറിൻ്റെ വീട്ടിൽ ചെന്ന് യേശു കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. ആകയാൽ ഒരു ഹ്യൂമാനിറ്റിയുടെ യേശു കർത്താവിൻ്റെ കനോട്ടിസത്തിലേക്ക് കടന്നു വരുമ്പോൾ, യേശു കർത്താവിൻ്റെ മനുഷ്യത്വത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ വീപ്പിംഗ്, അവിടെ കരയുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ എല്ലാവരും ബഥാനിയയിൽ ചെന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ യേശു കണ്ണുനീരിനെ തുടച്ചിട്ട് യേശു അവിടെ അഭിഷേകത്തിൻ്റെ ശക്തിയിലേക്ക് കയറുകയാണ്. നിന്റെ ജീവിതത്തിൽ കരച്ചിലിൽ ആരംഭിക്കാം പ്രാർത്ഥന. പക്ഷെ പ്രാർത്ഥനയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കരുത്. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കുന്നവൻ അഭിഷേകത്തിൽ എഴുന്നേൽക്കണം. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കുന്നവൻ അഭിഷേകത്തിൽ എഴുന്നേൽക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ അഭിഷേകം ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേലെ അനുഭവിച്ചത് എപ്പോഴാണെന്നൊക്കെ ചോദിച്ചാൽ, ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞപ്പോഴൊക്കെ ഭയങ്കരമായ സ്പിരിറ്റ് ഹിറ്റ് എനിക്ക് അടിച്ചിട്ടുണ്ട്. എന്നെ ഇരിക്കുന്ന ഇടത്തുനിന്ന് വലിച്ചെറിഞ്ഞിട്ടുണ്ട്, തൂക്കി എന്നെ എടുത്തെറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ എൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിലാണ്. ഞാൻ ദൈവസന്നിധിയിൽ ഒത്തിരി പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കരഞ്ഞുകൊണ്ട് ഇന്ന് വരെ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. കരഞ്ഞുകൊണ്ടുപോയി ഇരുന്നിട്ടുണ്ട്, പക്ഷെ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റിട്ടില്ല. സിക്ലാഗിൽ ബലമില്ലാതാകുവോളം ദാവീദ് കരഞ്ഞു. പക്ഷെ അടുത്തത് കൃപ തന്നിൽ വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ ദാവീദ് പറഞ്ഞു, നോ 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 നോ, എഫോദ് കൊണ്ടുവാ. ദൈവേഷ്ടം തിരിച്ചറിയട്ടെ, നമുക്കിവിടെ നിന്ന് എഴുന്നേൽക്കാം. ഹായിൽ തോറ്റ യോശുവ നിലമ്പാട് വീണ് കരഞ്ഞപ്പോ ദൈവം വന്ന് യോശുവയുടെ അടുക്ക ചോദിക്കുക, യോശുവ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നേ? നീ എന്തിനാ ഇങ്ങനെ കിടക്കുന്നേ? നീ എഴുന്നേക്ക്. നീ ഇത് കരഞ്ഞു തീർക്കാനുള്ള സമയമല്ല. നിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകത്തെ നീ ഓപ്പറേറ്റ് ചെയ്യ്. ദൈവ പൈതലെ പെന്തക്കോസുകാരാ, നീ കരഞ്ഞു തീർക്കാനുള്ളവനല്ല. നിന്റെ കരച്ചിലിനകത്തേക്ക് അഭിഷേകത്തെ റിസീവ് ചെയ്ത് അഭിഷേകത്തിൽ ചാടി എഴുന്നേറ്റ് പൊട്ടിച്ചെറിയ സാത്താന്യ മണ്ഡലങ്ങളെ. ശത്രു നിനക്കെതിരെ ഉയരുമ്പോൾ നീ ഇരുന്ന് കരഞ്ഞു തീർക്കരുത്. പകരം നിന്റെ കരച്ചിലിനകത്തിറങ്ങുന്ന അഭിഷേകത്തിൽ എഴുന്നേറ്റ് നിന്ന് അന്ധകാര മണ്ഡലങ്ങളെ വെട്ടിയെറിയ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മതിക്ക്.
അകയാൽ കണ്ണുനീര് അഭിഷേകത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടണം. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തോ. കണ്ണുനീര് അഭിഷേകമായി മാറട്ടെ. ഇന്ന് രാത്രികാലം ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും പറഞ്ഞിട്ട് എൻ്റെ കണ്ണുനീർ അഭിഷേകമായി മാറട്ടെ. ഹോളി സ്പിരിറ്റ്, എൻ്റെ കണ്ണുനീർ അഭിഷേകമായി മാറട്ടെ. എന്നാൽ യേശു കർത്താവ് ഗത്സമനയിൽ ഇരിക്കുമ്പോൾ യേശു കർത്താവ് കരഞ്ഞുകൊണ്ട് കണ്ണുനീരോടുകൂടെയാണ് ഇരിക്കുന്നത്. പക്ഷെ ആ കണ്ണുനീര് അടുത്തത് എന്താ എന്നറിയാമോ? യേശു കർത്താവ് അവിടെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ. നമ്മളുടെ ഇഷ്ടത്തെ സംബന്ധിച്ച് നമുക്കൊരു സംഗതിയെക്കുറിച്ച് നമുക്കൊരു ഇഷ്ടമുള്ളപ്പോൾ മാത്രമേ നമ്മൾ കരയത്തുള്ളൂ. എനിക്ക് കിൻഡർ ജോയ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ് മാത്രമേ കരയത്തുള്ളൂ. അമ്മയ്ക്ക് മനസ്സുണ്ടെങ്കിൽ മേടിച്ചതായെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ കരയുമോ? കരയുകയില്ല. സ്തോത്ര. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കിൻഡർ ജോയ് മേടിച്ചതാ എന്ന് അവൻ പറഞ്ഞാൽ അവൻ കരയുമോ? നോ. അകയാൽ സ്തോത്ര, സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് അമ്മയുടെ ഷാളെ പിടിച്ച് വലിച്ച് അവിടെ കിടന്ന് ഉരുണ്ട് പിടച്ച് കരയുന്ന ഒരു കൊച്ചിനെ പോലെ ആകരുത് ക്രിസ്ത്യാനിറ്റിയിൽ. പകരം എനിക്ക് കിൻഡർ ജോയ് ഇഷ്ടമാ അമ്മയ്ക്ക് പറ്റുമെങ്കിൽ ഒരെണ്ണം മേടിച്ചതാ, അല്ല വേണ്ടെങ്കിൽ വേണ്ട. സ്തോത്രം. അതെ, കരച്ചിലുകൾ ദൈവേഷ്ടത്തിലേക്ക് വഴിമാറണോ? എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാൻ കരയുന്നതെങ്കിൽ, എൻ്റെ സോളിൽ നിന്ന് ഉയരുന്ന ഒരു പ്രയർ ആണെങ്കിൽ കട്ട് ഇറ്റ്. എൻ്റെ സ്പിരിറ്റിൽ നിന്ന് ഉയരട്ടെ പ്രയർ. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവേഷ്ടപ്രകാരം നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് അതിനുവേണ്ടിയാ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം പ്രാർത്ഥിച്ച് കരയാനല്ല പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയിരിക്കുന്നത്. പകരം പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കൽ വന്നിട്ട് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, മക്കളെ നീ ഇതിനി ഒത്തിരി കരയണ്ട, അത് ദൈവം എന്തുവാണെന്ന് വെച്ചാൽ അതിൻ്റെ സമയത്ത് അങ്ങനെ ചെയ്യട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ പലപ്പോഴും നമ്മൾ സമരം ചെയ്യും. തന്നേ തീരൂ, തന്നില്ലെങ്കിൽ ചത്തേ തീരൂ. സ്തോത്രം. നോ, അതല്ല. പകരം ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട കർത്താവേ, അങ്ങയുടെ ഇഷ്ടത്തിനായി. അതിന് ദൈവ ഇഷ്ടത്തിൽ നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാകണം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മളിൽ ഒരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാകണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഭാഗമാണ്, ദൈവ ഇഷ്ടത്തെക്കുറിച്ചൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേടി വരാൻ തുടങ്ങിയത് നമ്മുടെ പല അമ്മച്ചിമാരും കാരണമാണ്. ഇൻ്റർവ്യൂവിന് പോയി ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മച്ചി പറയും, ഞാൻ ഇവിടുന്ന് ഫുള്ള് പ്രാർത്ഥിക്കുമായിരുന്നു മക്കളെ, എൻ്റെ കുഞ്ഞിന് ദൈവം അത് തരുമെന്ന് എനിക്കറിയാമായിരുന്നു, അമ്മച്ചി ഇവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറയാം. അവൻ ഇൻ്റർവ്യൂവിന് പൊട്ടിയിട്ട് വന്നാൽ പറയാം, ദൈവേഷ്ടമായിരിക്കും മക്കളെ, അത് നീ അങ്ങ് സമാധാനിക്കുന്ന. അപ്പം തോറ്റതെല്ലാം ദൈവേഷ്ടം, ജയിച്ചതെല്ലാം അമ്മച്ചിയുടെ പ്രാർത്ഥന. നോ 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 നോ, തോറ്റതും ജയിച്ചതും എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. ദൈവഹിതം 1 അത് നന്മയാണ്, ദൈവഹിതം 2 അത് പ്രസാദമാണ്, ദൈവഹിതം പൂർണ്ണതയാണ്. തോറ്റതെല്ലാം അമ്മച്ചിയുടെ പ്രാർത്ഥന കുറവ്, ജയിച്ചതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് കുഞ്ഞുങ്ങളെല്ലാം അമ്മച്ചിയുടെ അടുത്ത് പറയണം, ഞാൻ തോറ്റതെല്ലാം അമ്മച്ചിയുടെ പ്രാർത്ഥന കുറവ്, ഞാൻ ജയിച്ചതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ, ആമേൻ. കരമുയർത്തിയൊരു സ്തോത്രം പറഞ്ഞേ, ആമേൻ. ആകയാൽ ദൈവേഷ്ടത്തിന് സമർപ്പിക്കുന്ന ഒരുത്തൻ കരയത്തില്ല. ദൈവേഷ്ടത്തിന് സമർപ്പിക്കുന്ന ഒരുത്തൻ കരയത്തില്ല. ഭക്തനായ പോളികാർപ്പ് വന്ധ്യവയോധികനായിരിക്കുന്ന മനുഷ്യനെ കൊലക്കരത്തിന് കൊല ചെയ്യുവാൻ നിൽക്കുമ്പോൾ രാജ്യം അധികാരിയെ തന്നോട് ചോദിച്ചു, ഹേയ് പോളികാർപ്പ്, കിളവാ, നിനക്കൊരു ബോധമില്ലേ? ഇനിയും നീ യേശുവിനെ തള്ളിപ്പറഞ്ഞൂടെ? നീ മരണവിധിയിൽ നിന്നിട്ടോ എന്താ ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കുന്നത്? പോളികാർപ്പ് പറഞ്ഞു, ഈ വൃദ്ധനായ മനുഷ്യൻ കർത്താവിനെ അറിഞ്ഞിട്ട് ഒത്തിരി കാലമായി, ഇന്നുവരെയും അവൻ എനിക്ക് തിന്മയായിട്ടൊന്നും ചെയ്തിട്ടില്ല, നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം കരയാനും പോകുന്നില്ല, കർത്താവിനെ തള്ളിപ്പറയാനും പോകുന്നില്ല. അതാണ് ഒരു ദൈവ പൈതലിൻ്റെ കോൺഫിഡൻസ്. എന്ത് ഭവിച്ചെന്നാലും എന്ത് സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലയോ. ആകയാൽ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ കരയത്തില്ല. ഇതിൻ്റെ പിമ്പിലും ഒരു ദൈവേഷ്ടമുണ്ട്, ഇതിൻ്റെ പിമ്പിലും ഒരു ദൈവേഷ്ടമുണ്ട്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഞാനതിന് ഒന്ന് പകുതി ഇംഗ്ലീഷിൽ പറയാം. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല, പകരം അതൊരു പ്രോസസ്സായിരിക്കാം. ഒരിക്കലും ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല, അതൊരു പ്രോസസ്സ് മാത്രമായിരിക്കാം. ആമേ. എല്ലാവരും പറയുന്നത് എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന്. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ല, എൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. എൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്, എൻ്റെ കയ്യിലിരിപ്പിനല്ല, എൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. There is no problem will be in your life.
ഓൺലി പ്രോസസ്സസ് ഒന്ന് മാറി പ്രോസസ്സുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ പരീക്ഷയും എൻ്റെ അപ്ഗ്രഡേഷൻ ആയിരിക്കുക. ഓരോ സംഗതിയോ എൻ്റെ പ്രോസസ്സുകളായിരിക്കുക. ഓരോ ടെർമിനൽ സർവീസുകൾ എൻ്റെ വാഹനത്തിന് ചെയ്യുന്നത് പോലെ ചിലപ്പോൾ എന്നെ വർക്ക്ഷോപ്പിൽ കയറ്റും, എൻ്റെ വീലുകളെല്ലാം അഴിക്കും, എന്നെ ജാക്കി പുറത്ത് കയറ്റും, എൻ്റെ എല്ലാം ഊരി നിർത്തിയിട്ട് എന്നെ ഇങ്ങനെ എൻ്റെ ഓരോ നട്ടും ബോൾട്ടും ഊരി അവിടെ ഇടും. എൻ്റെ അകത്ത് കിടക്കുന്ന എല്ലാ ഓയിലും ഊറ്റിക്കളയും. എൻ്റെ എല്ലാ വീലുകളും ഊരും, എൻ്റെ എല്ലാ ബ്രേക്ക് പാഡുകളും ഊരും, എന്നെ എല്ലാം ഊരി അവിടെ ഇടും. എന്താ കർത്താവേ, എൻ്റെ വീലെല്ലാം പോയി, എൻ്റെ അകത്ത് കിടന്ന ഓയിലും പോയി, എൻ്റെ ഫ്ലൂയിഡും പോയി, എൻ്റെ പെട്രോൾ ഊറ്റി. എന്താ കർത്താവേ എന്നെ ഇങ്ങനെ ഇരുന്നത്? നീ കുറെ ഓടി തീർന്നു കുഞ്ഞേ, നിന്നെ ഒന്ന് റിവൈവ് ചെയ്യട്ടെ, ഒന്ന് ക്യുക്കൻ ചെയ്യട്ടെ. വലിയ ഓട്ടങ്ങളുണ്ട്, വലിയ പ്രവർത്തികളുണ്ട്. ഹല്ലേലൂയ. അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പ്രോസസ്സുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല, പ്രോസസ്സേ ഉണ്ടാകത്തുള്ളൂ. പ്രശ്നങ്ങളില്ല, പരിശീലനങ്ങളേ ഉള്ളൂ. പ്രശ്നങ്ങളില്ല, പരിശീലനങ്ങളേ ഉള്ളൂ. പ്രോബ്ലംസ് ഇല്ല, പ്രോസസ്സേ ഉള്ളൂ. അധൈര്യപ്പെടരുത് ദൈവമക്കളെ. ആകയാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളെ കാണുന്നവൻ കരയും, പക്ഷേ ഇതിൻ്റെ പിമ്പിലും ഒരു ദൈവേഷ്ടമുണ്ടെന്ന് പറയാൻ കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ നിറയത്തില്ല, അതിനകത്ത് നമ്മൾ ഉറച്ചു നിൽക്കുക. ആമേൻ. അതുകൊണ്ടാണ് പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്. ഈ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം എന്ന് പറയുന്നു. എന്താ സഹോദരങ്ങളെ ഈ നങ്കൂരം എന്ന് പറഞ്ഞാൽ? സ്തോത്ര. നങ്കൂരം എപ്പോഴാണ് ഇടുന്നത്? കാണാത്ത ഒരു കടലിൽ, ദ്വീപ് കാണാത്ത ഒരു കടലിൽ, സ്തോത്രം, മുമ്പോട്ട് പോകാൻ കഴിയാത്ത കാറ്റിന് മുമ്പിൽ തിരയെ അടിച്ചുയരുമ്പോൾ ഈ നങ്കൂരം താഴ്ത്തിറക്കുന്നത് മുമ്പോട്ട് പോകാൻ വേണ്ടിയല്ല. നങ്കൂരം താഴ്ത്തുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാ. ഈ നങ്കൂരം ഇറക്കുമ്പം കപ്പിത്താൻ ഒരു കാര്യം അറിയാ, ഈ കാറ്റ് തീരും, ഈ കടലടങ്ങ, ഈ പ്രശ്നം ഒരു സീസണല, ഈ ടെമ്പസ്റ്റ് ഒരു സീസണല, ഈ ഹറിക്കെയിൻ ഒരു സീസണല. ദിസ് വിൽ ബി ഓവർ, ദിസ് വിൽ ബി ഫിനിഷ്ഡ്. After then I will proceed again. ഇന്ന് രാത്രികാല പ്രതിസന്ധികളുടെ നടുവിൽ ആ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂര, ആ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂര. എല്ലാ പ്രശ്നത്തിലും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല, എല്ലാ പ്രതിസന്ധി അടിച്ച് പറിച്ച് നമുക്ക് കയറാൻ കഴിയത്തില്ല. ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ ആങ്കർ ചെയ്ത് നിൽക്കുക. അപ്പോഴും ഭക്തൻ പറയും, കർത്താവേ, ദിവസം 1 2 3 എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. പക്ഷെ അവനൊരു ഉറപ്പുണ്ട്, ഈ കാറ്റ് തീരാ, ഈ കൊടുങ്കാറ്റ് തീരാ, ഈ അലയോടുക, ഇത് ശാന്തമാകാ. എൻ്റെ ആങ്കറിനെ ഞാൻ പിന്നെയും പൊക്കാ. ഐ വിൽ മൂവ് അഗെയിൻ. ഞാൻ പിന്നെയും പ്രൊസീഡ് ചെയ്യാ. ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരം എത്രേ. എന്നും ഇത് എൻജിൻ മാത്രമല്ല, എന്നും ഇത് ഫ്യൂവല് മാത്രമല്ല, എന്നും ഇത് പുഷിംഗ് ഫോഴ്സ് മാത്രമല്ല. ചില സമയങ്ങളിൽ ഇതൊരു ആങ്കറേജിംഗ് ആണ്. ഇത് നമ്മളെ ഒന്ന് പിടിച്ചു നിർത്തുന്നതാണ്. ജീവിതത്തിൽ എല്ലാ സമയവും മുന്നേറാൻ കഴിയത്തില്ല, ചില സമയങ്ങളൊന്ന് പിടിച്ചു നിൽക്കേണ്ടി വരും. പക്ഷെ അന്നേരം ഉറപ്പുണ്ടാകണം, ഈ കാറ്റും കടലും അടങ്ങ, എനിക്ക് വീണ്ടും മുൻപോട്ട് പോകാൻ കഴിയോ. ജീവിതത്തിൽ ചിലപ്പോൾ സ്റ്റക്കാകും, ചില ബ്ലോക്കേഡുകൾ വരോ, ചില സ്റ്റാഗ്നന്റ് കണ്ടീഷനുകൾ വരോ. അവിടെയും നിന്നെ നിലനിർത്തുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആ പ്രത്യാശ നമ്മുടെ ആത്മാവിന്റെ നങ്കൂരം, അത് സ്ഥിരവും നിശ്ചയവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു എന്ന് പറഞ്ഞാൽ, ഈ നങ്കൂരം നിന്നെ കടലിൽ ഒതുക്കി കളയത്തില്ല. നിന്റെ മുമ്പിലുള്ള തിരശീലകൾക്കപ്പുറത്തേക്ക് ഈ നങ്കൂരം നിന്നെ മുമ്പോട്ടും കൊണ്ടുപോകുന്നതാണ്. ആകയാൽ പ്രാർത്ഥനയുടെ കരച്ചിൽ മാറാൻ 2, സ്തോത്ര, ദൈവഹിതത്തിന് സമർപ്പിപ്പാൻ കഴിയണം. 3, സ്തോത്ര, പ്രാർത്ഥനയിൽ കരയുന്നത്. യേശു കർത്താവ് ഏറ്റവും ഉറക്ക നിലവിളിച്ചത് എപ്പോഴാണ്? കുരിശിൽ കിടക്കുമ്പോൾ എലോഹി എലോഹി ലമ്മാ ശബക്താനി എന്നവൻ ഉറക്ക നിലവിളിച്ചു. പ്രാണനെ എന്ത് ചെയ്തോ? പിതാവിന്റെ കരങ്ങളിലേക്ക് സബ്മിറ്റ് ചെയ്തോ. കരച്ചിലിന്റെ അവസാനം കർത്താവ് എന്തോ ചെയ്തോ? കരച്ചിലിന്റെ അവസാനം കർത്താവ് സാധനം മടക്കി പിതാവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഐ സറണ്ടർ ഓൾ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുക, അങ്ങയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുക, അങ്ങയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുക. യേശു ശുശ്രൂഷയുടെ അവസാനം വരുമ്പോൾ ശിഷ്യന്മാരെ പിതാവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയായിരുന്നു. സ്തോത്ര. യേശു കുരിശിൽ വെച്ച് പ്രാണനെ പിതാവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. സബ്മിറ്റ് യുവർ സെൽഫ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു പെൻസിൽ വെട്ടാൻ എടുത്തോ. അവൻ പെൻസിൽ വെട്ടി മൊനയൊടിയുന്ന
വന്നതല്ലാതെ അതങ്ങോട്ട് ഷാർപ്പാകുന്നില്ല. അവസാനം അവൻ എന്തോ ചെയ്യുമെന്നറിയാമോ? അവൻ ആ കട്ടറും പെൻസിലും കൂടെ കൊണ്ടുവന്ന് അവൻ്റെ അപ്പൻ്റെ കൊണ്ട് കൊടുത്തിട്ട് അവൻ്റെ അമ്മയുടെ കൊണ്ട് കൊടുത്തിട്ട് പറയും, ഞാൻ വെട്ടിയിട്ട് ശരിയാകുന്നില്ല. ഇത്രയുമേ ഉള്ളു ക്രിസ്ത്യൻ ലൈഫ്. നീ വെട്ടിയിട്ട് ശരിയാകാത്ത കാര്യം അങ്ങോട്ട് അപ്പൻ്റെ കൊണ്ട് കൊടുത്തതാ. യെസ്, ഒന്നുകിൽ അവനത് വെട്ടി ശരിയാക്കി തരാ, അല്ലെങ്കിൽ ആ പെൻസിൽ എടുത്ത് കളഞ്ഞിട്ട് അവൻ അതിനേക്കാൾ നല്ലൊരു പെൻസിൽ എടുത്ത് തന്നിട്ട് പറയാ, മക്കളെ ഷാർപ്പനറിന്റെ കുഴപ്പമാ, പെൻസിലിന്റെ കുഴപ്പമില്ല. ഒന്നുകിൽ പറയും, പോട്ട് മക്കളെ പപ്പ വെട്ടിത്തരാം, നന്നായിട്ട് ഷാർപ്പൻ ചെയ്ത് തരാം. അത് നീ ആരംഭത്തിലെ എൻ്റെ അടുക്ക കൊണ്ടുവന്നാൽ പോരായിരുന്നോ? അമ്മേ, കുഞ്ഞുങ്ങൾ പെൻസിൽ വെട്ടി ശരിയാകാതെ പപ്പയുടെ മമ്മിയുടെ അടുക്ക കൊണ്ട് ചെല്ലുമ്പോൾ അവർ വഴക്ക് പറയുന്ന ആദ്യത്തെ കാര്യം എന്താണെന്നറിയാമോ? അത് ആദ്യമേ എൻ്റെ കൈ കൊണ്ട് തന്നാൽ പോരായിരുന്നോ? അതാദ്യമേ എൻ്റെ കൈ കൊണ്ട് തന്നാൽ പോരായിരുന്നോ? നീ കിടന്നിത് നിന്നെ അങ്ങോട്ട് നടക്കത്തില്ലെന്ന് അറിയത്തില്ലേ? പിന്നെ എന്തിനാ നീ ഇത് വെറുതെ ഈ പെൻസിൽ നശിപ്പിച്ചത്? പിന്നെ നീ എന്തിനാ വെറുതെ ഈ കറക്കി തരുന്നത്? പഠിക്കാനിരിക്കുന്ന സമയത്ത് വെറുതെ പെൻസിൽ വെട്ടി സമയം കളയുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, വെറുതെ പെൻസിൽ വെട്ടി സമയം കളയരുത്. നീ വെട്ടിയിട്ട് ശരിയാകാത്ത സാധന അപ്പൻ്റെ കൊണ്ട് കൊടുത്തിട്ട് പറ, അപ്പ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എൻ്റെ മക്കളെ നന്നാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എൻ്റെ കുടുംബം നന്നാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എൻ്റെ ജോലിയിൽ പിടിച്ചിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഒരു വിശുദ്ധ ജീവിതം എന്നെ കൊണ്ട് പറ്റുന്നില്ല, എൻ്റെ ശുശ്രൂഷയിൽ മുന്നേറാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ എത്ര വെട്ടിയിട്ടും മോനെ ഒടിയുക. അപ്പൻ ഇതൊന്നും ചെയ്തതാ. ഓ കരുണാർദ്ദനായ ദൈവ, ഉത്തരവാദിത്വമുള്ള ദൈവ, അവൻ അതിനെ ഏറ്റെടുക്കുക, അവൻ അതിനെ ചെയ്തു തരാം. അല്ലാതെ പെൻസിലിന് മോനെ ഒടിഞ്ഞെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കരുത്. ഹാൻഡ് ഓവർ. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്താം. ദൈവസന്നിധിയിൽ എത്ര വലിയ ഭാരം കൊണ്ട് വന്നാലോ ഒരു ദിവസം പോലും ആ ഭാരം കൊണ്ട് തിരിച്ചു പോകരുത്. ആ ഭാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ, അത് കർത്താവ് പറഞ്ഞത്, അമ്മേ ഈ ഭാരം എൻ്റെ കയ്യിലോട്ട് ഇങ്ങ് തരാനല്ല പറഞ്ഞത്, ഇങ്ങോട്ട് കൊണ്ടുവന്നെങ്കിൽ ഇട്ടോളാനാ പറഞ്ഞത്. ഞാനതിനെ വിഷ്വലൈസ് ചെയ്തോ. കർത്താവെ, ഉന്നതനായിരിക്കുന്ന ദൈവം, ഉയർന്നിരിക്കുന്നവനായ ദൈവം, ഞാനെങ്ങനെ ഈ ഭാരം നിന്റെ ചുമലിലോട്ടിടുന്നേ? എനിക്ക് ഈ ഭാരം എടുക്കാൻ പോലും വയ്യ, പിന്നെ ഇനി ഇത് നിന്റെ ചുമലിലോട്ടിടണമെങ്കിൽ എന്നെ കൊണ്ട് ഇത് പൊക്കാൻ വയ്യ. അപ്പോഴാ കർത്താവ് എൻ്റെ അടുക്കൽ പറഞ്ഞത്, ഞാൻ നിനക്ക് വേണ്ടി മരക്കുരിശോള് എന്നെ തന്നെ താഴ്ത്തിയത് നിന്റെ ഭാരം എൻ്റെ മേലിടാനാ. ഞാൻ നിലത്തോളം കുനിഞ്ഞത് നിന്റെ ഭാരം എൻ്റെ മേലിടാനാ. കാസ്റ്റ് യുവർ ബർഡൻ അപ്പോൺ മീ. അത് നീ പൊക്കണ്ട. ആ ഭാരവുമായി നീ സ്വർഗത്തിലേക്ക് വരണ്ട, കാൽവറിയുടെ ചുവട്ടിലേക്ക് വാ. മരക്കുരിശിൽ ചുമന്ന് കൂനി നിൽക്കുന്ന എന്നെ നീ കാണ്. നിന്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുക. നിന്റെ ഉയരക്കുറവനുസരിച്ച് അത്രത്തോളം ഞാൻ താണു വന്നിട്ടുണ്ട്. നിന്റെ ഭാരം എൻ്റെ മേളിലേക്ക്, നിന്റെ കയ്യിലിരിക്കുന്ന ഭാരം എൻ്റെ മേളിലേക്ക് ഇടാൻ തക്കവണ്ണം ഞാനിങ്ങനെ കുനിഞ്ഞു നിൽക്കുക. 1-2 വയസ്സൊക്കെ ഉള്ളപ്പോൾ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ കുതിര കയറാനും ആന കയറാനും ഒക്കെ പഠിപ്പിക്കുക. എങ്ങനെയാണെന്നറിയാമോ? 6 അടി നീളമുള്ള അപ്പൻ, സ്തോത്രം, ജില്ലാ കളക്ടറായിരിക്കുന്ന അപ്പൻ, ബാങ്ക് മാനേജറായിരിക്കുന്ന അപ്പൻ ഇങ്ങനെ മുട്ടുകുത്തി കാലെ കുനിഞ്ഞു നിന്നിട്ട് പറയാ, മക്കളെ അപ്പൻ്റെ പുറത്തോട്ട് കയറിക്കോളാൻ പറയാ. അവന് കുറെ കഴിയുമ്പോൾ പിന്നൊരാഗ്രഹം എന്താണെന്നറിയാമോ? അവൻ്റെ നീളക്കുറവ് പരിഹരിക്കണം. അപ്പനിങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് പറയും, മക്കൾ ഈ തോളയിലോട്ട് കയറിയിരുന്നോന്ന്. ഇന്നേവരെ ഏതെങ്കിലും ഒരു കുഞ്ഞ് എൻ്റെ അപ്പൻ്റെ തോളെ കയറാൻ എനിക്ക് ഉയരമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. മകൻ്റെ ഉയരക്കുറവിനനുസരിച്ച് തല ഉരിച്ചു കൊടുക്കുന്ന ഒരു അപ്പനും അമ്മയുമാണ് ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അത്രയധികം കുനിഞ്ഞെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ്, ഹോളി സ്പിരിറ്റ്, ആമേൻ, ആമേൻ. ദൈവസന്നിധിയിലെ കണ്ണുനീർ ഒരിക്കലും കണ്ണുനീരിൽ ഒതുങ്ങത്തില്ല. അവിടെ നിന്ന് നീ ഒരു അഭിഷേകത്തിലേക്ക് മാറും, അവിടെ നിന്നൊരു ദൈവഹിതത്തിലേക്ക് മാറും, അവിടെ നിന്നൊരു ദൈവാശ്രയത്തിലേക്ക് മാറും. സ്തോത്രം. യേശു കണ്ണുനീർ വാർത്തു. നീ ഇനി കരയരുത്. കേരളത്തിലൊരു അഭിഷക്ത കർത്തൃദാസനെ കുറിച്ച് ഒരു സാക്ഷി ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് നിത്യതയിലാണ്. തൻ്റെ സഭയിൽ കടന്നു വന്ന ഒരു പുതിയ വിശ്വാസി, അദ്ദേഹം ആ വ്യക്തി പഴകി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കൽ പറഞ്ഞതാണ്. ആ വിശ്വാസി ഇരുന്ന് കരഞ്ഞപ്പോൾ ഈ കർത്താവിൻ്റെ ദാസൻ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ആ വ്യക്തിയുടെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, മകളെ, നിൻ്റെ കണ്ണ് നിറയുന്നത് എനിക്കിഷ്ടമല്ല, അതിനെക്കാട്ടിലുപരി നീ കരയുന്നത് കർത്താവിനും ഇഷ്ടമല്ല. നീ കരഞ്ഞ കർത്താവിന് സങ്കടമാണ്, നീ കരയരുത്. ആ സാക്ഷ്യം കേട്ടതിന് ശേഷം എനിക്ക് ദൈവസന്നിധിയിലിരുന്ന് കരയാൻ സങ്കടമാണ്. കാരണം ഞാൻ കരഞ്ഞ കർത്താവിന് സങ്കടം വരും, ഞാൻ കരഞ്ഞ കർത്താവിന് സങ്കടം വരും. ഇന്ന് രാവിലെ അഭിഷക്തൻ പറഞ്ഞ ഒരു വാക്കോർമ്മയില്ലേ, 5 വയസ്സുള്ള കുഞ്ഞ് കരയുന്നത് മാതാപിതാക്കളെ എത്രമാത്രം അസ്വസ്ഥപ്പെടുത്തുന്നു. ഒരു കാലത്ത് ഞാൻ ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോഴും സങ്കടം വന്നാൽ ഞാൻ ദൈവത്തിന് മുമ്പിൽ കരയാതിരിക്കാൻ പരിശ്രമിക്കും. കാരണം എൻ്റെ കണ്ണ് നിറഞ്ഞ കർത്താവിന് അതിനേക്കാൾ വിഷമമാണെന്ന് എനിക്കറിയാം.
ഞാനിരുന്ന് കരഞ്ഞ കർത്താവിന് അതിനേക്കാൾ സങ്കടമാണെന്ന് കർത്താവിനറിയാം. കർത്താവിന് അതിനേക്കാൾ സങ്കടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ജീസസ്. എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞുനാളിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, 2 പ്രാവശ്യം എൻ്റെ ദേഹത്ത് തിളച്ച വെള്ളം വീണ് മൊത്തം പൊള്ളിയതാ. അന്ന് എന്നെ ഇങ്ങനെ വാരിയെടുക്കുമ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്, അമ്മ കരയാതിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ ഇന്ന് ദൈവസന്നിധിയിലിരുന്ന് കരയുമ്പോഴും ഞാൻ പറയും, യേശുപ്പാ, എൻ്റെ അറിവില്ലായ്മ കൊണ്ടൊക്കെ ഞാൻ സങ്കടപ്പെടുന്നതാണ്. പക്ഷെ ഞാൻ കരയുന്നത് കണ്ട് കർത്താവ് വിഷമിക്കല്ലേ, ഞാൻ കരയുന്നത് കണ്ട് കർത്താവ് വിഷമിക്കല്ലേ. കാരണം എനിക്കറിയാം, എൻ്റെ കണ്ണ് നിറഞ്ഞാൽ ദൈവത്തിന് അതിനേക്കാൾ വിഷമമാണ്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഞാൻ നിർബന്ധം പിടിച്ച് കരഞ്ഞ കർത്താവ് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തു തരുമായിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ കരയാൻ പേടിയാണ്. ഞാൻ കരഞ്ഞ എൻ്റെ കർത്താവിന് അതിനേക്കാൾ വിഷമമാണ്. സ്തോത്രം. വല്ല വിധേനയും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണമെന്നേ എനിക്കുള്ളൂ. സ്തോത്രം, സ്തോത്രം. ജീവിതത്തിൽ അടുത്തതായി നമ്മുടെ ബലം ക്ഷയിക്കുന്നത് നമുക്കൊരു നല്ല ഇടയപരിപാലനമില്ലാത്തത് കൊണ്ടാണ്. ജീവിതത്തിൽ അടുത്തതായി നമ്മുടെ ബലം ക്ഷയിക്കുന്നത് രോഗങ്ങൾ മുഖാന്തരമാണ്. പക്ഷേ അവിടെ ദൈവം തൻ്റെ ശക്തി, ഹി സ്ട്രെങ്തൻ ദ സിക്ക് ആൻഡ് ദ വീക്ക്. നമ്മുടെ രോഗങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തിയെ നൽകും. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം. ആർക്കാണ് ദൈവം ശക്തി നൽകുന്നത്? വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോകട്ടെ. ആർക്കാണ് ദൈവം ശക്തി നൽകുന്നത്? യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 29-ാം വാക്യം സുപരിചിതമായിരിക്കുന്ന വേദഭാഗം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, അവൻ ബലമില്ലാത്തവന് ബലം നൽകുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ഇന്ന് രാത്രി ഇതിനകത്ത് ക്ഷീണിച്ചു പോയവർക്ക് ദൈവം ശക്തി നൽകുകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ക്ഷീണിക്കുന്നത്? 3 ഭാഗങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഒരു മനുഷ്യന്റെ ക്ഷീണത്തിൽ ബലം പകരുന്ന ദൈവം. ഇന്ന് രാത്രി ആ 3 വിഷയങ്ങളെ പറയുമ്പോൾ ദൈവം ആ 3 സംഗതികളെ തൊടുന്ന രാത്രിയാണ്. ഒന്ന്, ഒരു മനുഷ്യൻ ക്ഷീണിക്കുവാനുള്ള സാഹചര്യം. ആ ക്ഷീണത്തിലാണ് ദൈവശക്തി പകരപ്പെടുന്നത്. ഒന്ന്, ഒരു മനുഷ്യൻ ക്ഷീണിക്കുന്നത്. സംഖ്യാപുസ്തകം 21-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്ത ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചോ, ജീവിതത്തിന്റെ വഴികൾ നിമിത്തമായി മനസ്സ് ക്ഷീണിച്ചോ. ഇന്ന് രാത്രി നിന്റെ വഴികൾ നിമിത്തമായി നീ ക്ഷീണിച്ചുവെങ്കിൽ, ജീവിതത്തിൽ കടന്നു വരുന്ന ദുർഘടമായ വഴികൾ, ജീവിതത്തിൽ കടന്നു വരുന്ന സങ്കടകരമായ വഴികൾ, ഓടിയിട്ടും തീരാത്ത വഴികൾ, നടന്നിട്ടും എത്തിപ്പെടാൻ കഴിയാത്ത വഴികൾ, എന്താ കർത്താവേ ഈ കൂരിരുട്ടിന്റെ വഴി? എന്താ കർത്താവേ ഈ കണ്ണുനീരിന്റെ താഴ്വര? എന്താ കർത്താവേ ഈ മരുഭൂമി? എന്താ കർത്താവേ ഈ നിർജ്ജന പ്രദേശ? ഇന്ന് രാത്രികാല ജീവിതത്തിന്റെ വഴികൾ ദുർഘടമാകുമ്പോൾ, ജീവിതത്തിന്റെ വഴികൾ പ്രതികൂലമാകുമ്പോൾ, മുള്ളും പറക്കാരെയും നിറഞ്ഞ വഴികളിൽ നീ സഞ്ചരിക്കുമ്പോൾ, എവിടെയൊക്കെയോ നീ ക്ഷീണിക്കുമ്പോൾ, ഇന്ന് രാത്രി സ്വർഗ നിന്നെ ശക്തിപ്പെടുത്തുന്ന രാത്രിയാണ്. ഈ രാത്രി വിശ്വസിക്ക്. നിന്റെ വഴികളുടെ ദുർഘടങ്ങളിൽ നീ ക്ഷീണിച്ച് തളരുമ്പോൾ, ഇനിയും കർത്താവേ ഈ വഴി ഞാൻ മടുത്തു, എനിക്കിനി മുമ്പോട്ട് പോകാൻ വയ്യ, ഹൃദയം വ്യാകുലപ്പെടുമ്പോൾ, ഈ രാത്രി സ്വർഗ നിന്നെ ശക്തിപ്പെടുത്തുകയാണ്. അർദ്ധന രഗര പ്രവശ പ്രവാനിയ ഓ ലഗസ്യ താർദന സമപ്രവാനിയ ആർദ്ധന ഹഠാനിയ രഗസംധാരിയ ഏ ലഹസ്യ ദരാദിയ. ഇസബേലിന്റെ വാക്കുകേട്ട് ഏലിയാവ് താൻ തന്നെ മരുഭൂമിയിലേക്ക് തിരിഞ്ഞു. താൻ തന്നെ he himself went to the wilderness. he himself താൻ തന്നെ തെരഞ്ഞെടുത്ത വഴിയാണ്. എന്നാൽ മരുഭൂമിയിൽ 3 ദിവസം യാത്ര ചെയ്ത് കഴിയുമ്പോൾ താൻ ക്ഷീണിക്കുകയാണ്. ജീവിതത്തിന്റെ മരുഭൂപ്രയാണത്തിൽ ഏലിയാവ് ക്ഷീണിച്ചു പോയി. ഇന്ന് രാത്രി ജീവിതത്തിന്റെ യാത്ര മരുഭൂമിയിൽ കൂടെയാകുമ്പോൾ, ഉറ്റവരും ഉടയവരുമില്ലാത്ത യാത്രയാകുമ്പോൾ, വഴികളും അപവാദങ്ങളുമുള്ള വഴികളാകുമ്പോൾ, സങ്കടങ്ങളും വേദനകളുമുള്ള വഴികളാകുമ്പോൾ, ജീവിതത്തിന്റെ വഴികൾ ദുർഘടമാകുമ്പോൾ ഒരു മനുഷ്യൻ ക്ഷീണിച്ചു പോകുക. എന്നാൽ വഴിയുടെ ദൂരനിമിത്തം ക്ഷീണിച്ച് തളർന്ന ഇസ്രായേലിനെയോ ഏലിയാവിനെയോ ദൈവം ശക്തിപ്പെടുത്തിയെങ്കിൽ, ഇന്നു രാത്രി
നിന്റെ വഴിയിൽ ദൈവം ബലം നൽകുകയാണ്. എന്നാൽ ഇതേ ഇസ്രായേലിനെ കുറിച്ച് പിൽക്കാലത്ത് പ്രവാചകൻ പറയുകയാണ്, നിന്റെ പക്കൽ ജീവന്റെ ശക്തി കണ്ടതുകൊണ്ട് വഴിയുടെ ദൂരം നിമിത്തം നീ ക്ഷീണിച്ചു പോയി എന്ന് പറഞ്ഞില്ല. ഇന്ന് രാത്രി നിന്റെ വഴി എത്ര ദൂരമായാലും, നിന്റെ വാഗ്ദത്തത്തിലേക്കുള്ള വഴി, നിന്റെ വിജയത്തിലേക്കുള്ള വഴി, നിന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിലേക്കുള്ള വഴി, നിന്റെ ശുശ്രൂഷയുടെ ജയത്തിലേക്കുള്ള വഴി, നിന്റെ അനുഗ്രഹത്തിലേക്കുള്ള വഴി, അത് എത്ര ഓടിയിട്ടു എത്താൻ കഴിയാതെ വേണ്ട, അത് പിന്നെയും ലെങ്തിയായി പിന്നെയും നീ ഓടി തളരുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ക്ഷീണങ്ങളിൽ ഞാൻ നിനക്ക് ശക്തി നൽകുന്നു. Till you reach the destiny, നീ ആ തീരമണയും വരെയോ. വഴി ദുർഘടമായിരിക്കുക, പക്ഷെ വിളിച്ചവൻ വിശ്വസ്തനാണ്. വഴി പ്രതികൂലമായിരിക്കുക, പക്ഷേ നിനക്ക് കൂട്ടുള്ളവൻ സർവശക്തനാണ്. ഇന്ന് രാത്രി നീ തിരിച്ചറിഞ്ഞാട്ട്, വഴി എത്ര ദുർഘടമായാലും, വഴി എത്ര വിദൂരമായാലും അവൻ നിന്നെ കൈവിടുകയില്ല. 40 ആണ്ടുകൾ നീണ്ടു നിന്നാലോ അവന്റെ മേഘം മാഞ്ഞു പോകത്തില്ല. 40 ആണ്ടുകൾ നീണ്ടു നിന്നാലോ അവന്റെ അഗ്നിസ്തംഭം തളർന്നു പോകത്തില്ല. 40 ആണ്ടുകൾ നീണ്ടു നിന്നാലോ അവന്റെ മന്ന നിന്നു പോകത്തില്ല. 40 ആണ്ടുകൾ നീണ്ടു നിന്നാലോ അവന്റെ കാട കുറഞ്ഞു പോകത്തില്ല. The roots may lengthy, the paths may hurdles. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാ, വഴികൾ ദുർഘടമാകാം, പക്ഷേ നീ തളരരുത്. നിന്റെ ദൈവം വിശ്വസ്തൻ. Holy Spirit, ജീവിതത്തിൽ വഴികളിൽ വഴി നിമിത്തം ക്ഷീണിക്കോ. രഫീദീമിലെത്തുമ്പോൾ ജനം ക്ഷീണിച്ചിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന്, വഴി നിമിത്തം ക്ഷീണിക്കോ. 2, ഓടിയിട്ട് എത്താതെ, പ്രാർത്ഥിച്ചിട്ടും എത്താതെ, ഉപവസിച്ചിട്ടും എത്താതെ, റൂട്ടിങ്ങനെ നീണ്ടു പോകുമ്പോൾ നീ ക്ഷീണിക്കോ. പക്ഷെ ഇന്ന് രാത്രി ഈ ഉപവാസത്തിനകത്ത്, ഈ ഉപവാസ പ്രാർത്ഥനകൾക്കകത്ത് കർത്താവ് ചിലരെ ബലം നൽകുകയാണ്. പെട്ടെന്ന് ചിലപ്പോൾ മറുപടി കിട്ടത്തില്ല. പിന്നെയും 40 ദിവസം കൂടെ ഓടാൻ, വാഗ്ദത്തത്തിലേക്ക് ദൂരമുണ്ട്, വിജയത്തിലേക്ക് ദൂരമുണ്ട്. പിന്നെയും നീ മുമ്പോട്ട് പോകുവാൻ, നിന്നെ മുമ്പോട്ട് ഓടിക്കുവാൻ ദൈവത്തിന്റെ ശക്തി പകരുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. പക്ഷേ നിന്റെ മറുപടി കിട്ടുന്ന ദിവസം വരെയോ നീ മുമ്പോട്ട് പോകാൻ സ്വർഗം നിന്നെ എനർജൈസ് ചെയ്യുന്ന, എംപവർ ചെയ്യുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയാണിത്. പരിശുദ്ധാത്മാവ് ചിലരോട് മാത്രം പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നീ ഒരു മിറക്കിൾ കാണത്തില്ല. പക്ഷേ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ദിനരാത്രങ്ങളിൽ ദൈവം നിന്നെ എംപവർ ചെയ്യുകയാണ് to reach the destiny. Holy. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചിലർ അവരുടെ വാഗ്ദത്തങ്ങളെ ഫുൾഫിൽമെന്റ് കാണും, എന്നാൽ മറ്റു ചിലർ ഫുൾഫിൽമെന്റിനെ കാണത്തില്ല. പകരം ആ ഡെസ്റ്റിനിയിലേക്ക് റീച്ച് ചെയ്യാനുള്ള കുറച്ചും കൂടെ എനർജി, കുറച്ചും കൂടെ പവറാണ് കിട്ടുന്നത്. ഇന്ന് രാത്രി ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കുക, കർത്താവെ മറുപടിയല്ല, ശക്തി ഇങ്ങ് തന്നാൽ മതി. മറുപടിയെക്കാട്ടിൽ ശക്തിയാണ് വലുത്. ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞാട്ട്, 1, വഴി നിമിത്തം ക്ഷീണിച്ചോ. 2, ക്ഷീണിച്ച ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, 6-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ, 6-ാം സങ്കീർത്തനം അതിന്റെ 7-ാം വാക്യം പറയുകയാണ്, ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചിരിക്കുന്നു. എന്റെ സകല വൈരികളും ഹേതുവായി ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. എന്റെ സകല വൈരികളും ഹേതുവായി ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. അതിന് ചില പരിഭാഷകളിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ ശത്രുക്കൾ നിമിത്തം എന്റെ പ്രായത്തിനു മുമ്പേ ഞാൻ വയസ്സായി പോയെന്ന്. എന്റെ തല നരച്ചു, എന്റെ തലമുടി കൊഴിഞ്ഞോ, എന്റെ കണ്ണുകൾ കുഴിഞ്ഞോ, എന്റെ ത്വക്ക് വല്ലാതായി, എന്നെ കണ്ടാൽ ഇപ്പോൾ ഒരു കിളവനെ പോലെയായി. എന്താ കാരണം? എന്റെ യൗവന ബലം നഷ്ടപ്പെട്ടോ. എവിടെയാണ് നീ തളർന്നു പോയത്? എവിടെയാണ് നീ ക്ഷീണിച്ചു പോയത്? അവിടെ പറയുകയാണ്, നിരന്തരമായ യുദ്ധങ്ങളിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ അറിയാത്ത അധമന്മാർ എനിക്കെതിരായി തിരിഞ്ഞോ. പിശാച് തൂണ്ടിവിട്ട ദുരാത്മാക്കളാൽ പ്രേരിതരായവർ എനിക്കെതിരെ തിരിഞ്ഞോ. എനിക്ക് ശത്രുക്കളായവർ
പോരാടുന്നവർ നിമിത്തം ഞാൻ ക്ഷീണിച്ചു പോയി. ഇന്ന് രാത്രി നിനക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടോ സ്വർലോകത്തിന്റെ ദുരാത്മസേനകളോടും അത്രേ. ശത്രു നിരന്തരമായി വെല്ലുവിളിച്ച് പോർമുഖം തുറന്നിടുമ്പോൾ, എവിടെയൊക്കെയോ നീ ക്ഷീണിച്ചു പോകുമ്പോൾ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ വൈരികൾ നിമിത്തം നീ ക്ഷീണിച്ചു പോകരുത്. ഇന്ന് രാത്രി നിന്നെ ശക്തീകരിക്കുകയാണ്. യോസഫിനെ കുറിച്ച് വാഗ്ദത്തം പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഓ അവന്റെ വൈരികൾ അവനെതിരായി എഴുന്നേറ്റു, പക്ഷേ യോസഫേ നിന്റെ വില്ല് അത് ഉറപ്പോടെ നിന്നോ. ഇന്നു രാത്രി ദൈവം ചിലരുടെ വില്ലുകളെ ഉറപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവം ചിലരുടെ വില്ലുകളെ ഉറപ്പിക്കുകയാണ്. ആയിരങ്ങൾ നിനക്കെതിരാകോ, 10,000 നിനക്കെതിരാകോ, ഒരു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങോ, പക്ഷേ നിന്റെ വില്ല് ഉറപ്പോടെ നിൽക്കോ. ഇന്നു രാത്രി സ്വർഗം ചിലരെ ശക്തീകരിക്കുന്നു. ഓ മൾട്ടിറ്റ്യൂഡ് ഓഫ് എനിമീസ്. ഇന്നു രാത്രി രാഷ്ട്രങ്ങളും അധികാരങ്ങളും സംഘടനകളും ശക്തികളും മാനുഷിക ബലങ്ങളും അതിന് കൂട്ടുനിൽക്കുന്ന പാതാള കൂട്ടുകെട്ടുകളും ഒന്നിച്ചു നിനക്കെതിരെ എഴുന്നേൽക്കട്ടെ. ഇന്ന് രാത്രി ക്ഷീണിച്ചു പോയ ചിലർക്ക് ദൈവം ബലം നൽകുകയാ. നിരന്തര പൈശാചിക യുദ്ധങ്ങളിൽ ക്ഷീണിച്ചു പോയവർ, നിരന്തരമായ മാനസിക സമ്മർദ്ദങ്ങളിൽ ക്ഷീണിച്ചു പോയവർ, നിരന്തരമായ വാക്പോരുകളിൽ ക്ഷീണിച്ചു പോയവർ, നിരന്തരമായ പാതാള യുദ്ധങ്ങളിൽ ക്ഷീണിച്ചു പോയവർ, ഇന്ന് രാത്രി സ്വർഗം നിന്നെ ശക്തീകരിക്കുക. സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ വൈരികൾ നിമിത്തം ഞാൻ ക്ഷീണിച്ചു പോയി. ഇന്ന് രാത്രി ജീവിതത്തിന്റെ യുദ്ധങ്ങളിൽ നീ എവിടെ തളർന്നു പോയോ, ഈ രാത്രി സ്വർഗം നിന്നെ തൊടുകയാണ്. ഈ രാത്രി സ്വർഗം നിന്നെ ശക്തീകരിക്കുകയാണ്. ഈ രാത്രി ദൈവം നിനക്ക് ബലം നൽകുകയാണ്. ഓ ദാവീദിന്റെ യുദ്ധവീരന്മാരെ കുറിച്ച് പറയുകയാണ്, അവരുടെ കൈ വാളോട് പറ്റിപ്പോകും വരെയോ അവർ യുദ്ധം ചെയ്തു. ജീവിതത്തിലെ ചില യുദ്ധങ്ങൾ ഇങ്ങനെയാ, കൈ ഇങ്ങനെ വാളോട് പറ്റിപ്പോകുന്ന, കൈ ഇങ്ങനെ കോച്ചി പിടിച്ചു പോകുന്ന അളവിൽ, ഓ കൈ വാളിങ്ങനെ ഊരിയെടുക്കാൻ കഴിയാതെ, വാളിങ്ങനെ കൊടഞ്ഞ് താഴെയിടത്തക്കവണ്ണ, അങ്ങനെ കൈകൊഴഞ്ഞു പോകത്തക്കവണ്ണ ജീവിതത്തിന്റെ നിരന്തരമായ യുദ്ധങ്ങൾ, രാവും പകലും നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ, ഇടവേളയില്ലാത്ത പോരാട്ടങ്ങൾ, പൈശാചിക മണ്ഡലങ്ങൾ നിനക്കെതിരെ തുറന്നു വിടുമ്പോൾ നീ ക്ഷീണിച്ചു പോയേക്കാം. എന്നാൽ ഇന്ന് രാത്രി നീ ഭയപ്പെടരുത്. നിന്റെ യുദ്ധങ്ങളുടെ നടുവിൽ നിന്നെ ശക്തീകരിക്കുന്ന ദൈവം ഇതാ, അവൻ ബലം കൊണ്ട് നിന്റെ അരമുറുക്കുന്നു, അവൻ ശക്തി കൊണ്ട് നിന്റെ അരകെട്ടുന്നു. ഇന്ന് രാത്രി പൈശാചിക പോർമണ്ഡലങ്ങളിൽ നിൽക്കുന്ന അഭിഷക്ത പോരാളിയെ ഈ രാത്രി സ്വർഗം നിന്നെ ശക്തീകരിക്കുകയാണ്. ദേശാന്തകാരങ്ങളോട് പൊരുതുന്നവനെ, രാജ്യാധികാരങ്ങളോട് പൊരുതുന്നവനെ, ദുരാത്മ മണ്ഡലങ്ങളോട് യുദ്ധം ചെയ്യുന്നവനെ, ഈ രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കുന്നു. അർദ്ധലകസ്യ പ്രവാനി അർദ്ധലാഭാരി ഘടശവ പ്രവാനി അർദ്ധന രമശബ്ദാലി അർദ്ധന ഘടകധരാധി അസവ പ്രവോനി അർദ്ധനം ബാലികേശം പ്രവാനി. ആത്മമണ്ഡലത്തിൽ കയറുന്നവൻ ക്ഷീണിക്കോ, ആത്മമണ്ഡലത്തിൽ യുദ്ധം ചെയ്യുന്നവൻ ക്ഷീണിക്കോ. ദാനിയേൽ എന്ന ഭക്തൻ പറയുകയാണ്, എനിക്കൊരു ദർശനമുണ്ടായി. ആ ദർശനം മുഖാന്തരം ഞാൻ അതിവേദനപ്പെട്ടു, ഞാൻ ബലമില്ലാത്തവനായി കിടന്നു. ഇന്ന് രാത്രി നീ തിരിച്ചറിയണോ, നിന്റെ ചില വെളിപ്പാടുകൾ, നിന്റെ ചില ദർശനങ്ങൾ, നിന്റെ ചില കൃപാവരങ്ങൾ, അത് ശത്രു നിനക്കെതിരെ തിരിഞ്ഞ് നിന്നെ ക്ഷീണിപ്പിക്കാൻ കാരണമായി തീരാ. എന്നാൽ ആ രാത്രികളിൽ ഒന്നിൽ ബാബിലോണിന്റെ അടിമത്തത്തിനകത്തേക്ക് സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നിട്ട് ദാനിയേലിനെ പേര് ചൊല്ലി വിളിച്ചു, ദാനിയേലേ പ്രിയ പുരുഷ, നീ ശക്തിപ്പെട്ടിരിക്കുക. Tonight Lord is empowering you. Lord is empowering you. എഴുന്നേറ്റ് നിന്ന് ആട്ടിച്ച് ആരാധിക്കേണ്ടവർക്ക് ചെയ്യാം, പോരാടേണ്ടവർക്ക് പോരാടാ. നിനക്ക് യുദ്ധമുണ്ട്, പക്ഷെ ദൈവം നിന്നെ ശക്തീകരിക്കുന്നു. ആത്മമണ്ഡലത്തിലെ യുദ്ധം നിന്നെ തളർത്തുമ്പോൾ
നിന്റെ കൃപാവരങ്ങൾ നിമിത്തമുള്ള പോരുകൾ, നിന്റെ ദർശന നിമിത്തമുള്ള പോരുകൾ നിന്നെ വേട്ടയാടി ഒതുക്കുമ്പോൾ ഈ രാത്രി സ്വർഗം ഇറങ്ങുകയാ. To empower you, to empower you, to empower you. Radha Radha Arda Radha Khala Khari Ardana Bara Sabha Pravani. പച്ചവെള്ളവും ശാഖപദാർത്ഥവും കുടിച്ചപ്പോ ദാനിയേൽ 10 ഇരട്ടി വിശിഷ്ടനായിരുന്നു. പക്ഷെ ദർശന മണ്ഡലത്തിലേക്ക് കയറിയപ്പോൾ, ആത്മതലത്തിലെ യുദ്ധങ്ങളെ ഏറ്റെടുത്തപ്പോൾ അവൻ ആ ദർശന നിമിത്തം അതിവേദനപ്പെട്ട് ദീനമായി കിടന്നു. ഇന്ന് രാത്രി അഭിഷേകനെ, നിന്റെ കൃപാവരവോ, നിന്റെ ശുശ്രൂഷയോ, നിന്റെ വെളിപ്പാട് നിന്നെ ക്ഷീണിപ്പിക്കുന്ന ഒരു പോർക്കളത്തിൽ കൊണ്ടിടോ. പക്ഷേ അവിടെയും സ്വർഗം നിനക്ക് വേണ്ടി തുറക്കോ. ദൂതന്മാർ ഇറങ്ങി വരോ. You shall be empowered. Ola marasarthanasia. ആത്മതലത്തിൽ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർക്കറിയാം, ചില ഏരിയകളിലൊക്കെ പോയി ശുശ്രൂഷിച്ചിട്ട് വന്നാൽ, ചില ഇടങ്ങളിലൊക്കെ പോയി ശുശ്രൂഷിച്ചിട്ട് വന്നാൽ നാക്കു പൊങ്ങത്തില്ല, വെട്ടിയിട്ടതുപോലെ കിടക്കോ. ചില മണിക്കൂറുകൾ അങ്ങനെ കിടക്കോ. നമ്മുടെ മനസ്സിൽ തോന്നും പ്രാണം പോയെന്ന് തോന്നും, ഇത് അവസാനത്തെ ദിവസമാണ് തീർന്നെന്ന് തോന്നും. കഥകിനൊന്ന് ലോക്ക് ചെയ്യാതെ കിടക്കും, കാരണം ഇനി പൊങ്ങുമെന്ന് ഉറപ്പില്ലാത്ത അളവിൽ. പക്ഷെ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഞരങ്ങി പതുക്കെ ആ പായെന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു ദൈവശക്തി കയറി പിടിക്കോ. അവിടെ നിന്ന് കുതിച്ചുയരാ. ചില ഇടങ്ങളിൽ ശുശ്രൂഷിച്ചിറങ്ങുമ്പോ ഇനി ആയുസ് എഴുന്നേറ്റ് നിൽക്കത്തില്ലെന്ന് തോന്നുന്ന അളവിൽ ശരീരം ഇങ്ങനെ ഇഞ്ചി പിഴിയുന്നത് പോലെ ഞെരിച്ചെടുക്കുന്ന ബലഹീനതകൾ ശരീരത്തിൽ ആഞ്ഞടിക്കോ. പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ആ വേദനയെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത പൈശാചിക പോർമണ്ഡലങ്ങൾ ശരീരത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ ആ ഈ കിടക്കുന്ന കിടപ്പിൽ എഴുന്നേറ്റ് മുഴങ്കാലിൽ അമർന്നിരുന്ന് മുട്ടുകുത്തി ദൈവസന്നിധിയിൽ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുമ്പോൾ ഒരു മിന്നൽ അടിക്കുന്നത്, ഒരു ലൈറ്റിംഗ് ശരീരത്തിൽ അടിക്കുന്നത്, അവിടുന്ന് ഇങ്ങനെ എഴുന്നേക്കുന്നത്. ഇന്ന് രാത്രി ചിലരുടെ മേലൊരു ലൈറ്റ്നിങ് എഫക്ട് ഇതിന്റെ പോർമണ്ഡലങ്ങളിൽ ദൈവം തൊടുക. ഇതിന്റെ പോർമണ്ഡലങ്ങളിൽ ദൈവം ഒരു ലൈറ്റ്നിങ് അയക്കുക. അഭിഷക്തനെ, നിന്റെ യുദ്ധത്തിന് വേറെ ഒരു തലമുണ്ട്. ദെബോര പാടുമ്പോ പറയുക, ഇസ്രായേലിൽ മാതാവായി ഞാൻ എഴുന്നേറ്റ് യുദ്ധം ചെയ്യുമ്പോൾ ഞാനൊരു സംഗതി കണ്ടോ. നക്ഷത്രങ്ങൾ സ്വഗതിയിൽ നിന്ന് പൊരുതോ. നീ യുദ്ധമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ നിനക്കെതിരെ നിൽക്കുന്നത് ചില മാനുഷിക മുഖമായിരിക്കാം, എന്നാൽ അതിന്റെ പിമ്പിൽ ഒരു സ്റ്റാറി ഹെവൻ, ഒരു സ്വർലോകത്തിലെ ദുരാത്മമണ്ഡലം, ഒരു നക്ഷത്ര മണ്ഡലം നിനക്കെതിരെ ദുർവ്യാപാരം തുറന്നുവിടോ. വക്രഗതിയുള്ള നക്ഷത്രങ്ങളോ വീണുപോയ പോരുകളോ നിനക്കെതിരെ ആത്മമണ്ഡലത്തിലെ യുദ്ധം തുറന്നു വിടുമ്പോൾ നീ എവിടെയോ ഇടറുന്നത് പോലെ തോന്നോ. പക്ഷെ സ്വർഗം നിന്നെ കൈവിടത്തില്ല. Right now, empowering. Holy Spirit, ഒത്തിരി വിശാലതകളിൽ പറയാനുണ്ട്. പക്ഷെ ഞാൻ ആ സ്റ്റോപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോവുകയാണ്. നിന്റെ വഴിയുടെ ദൂരനിമിത്തം നീ ക്ഷീണിക്കുമ്പോൾ ദൈവം നിന്നെ ശക്തീകരിക്കുക. നിന്റെ വെളിപ്പാട് നിമിത്തം പോർമുഖങ്ങൾ ശത്രു തുറന്നിട്ട് നീ ക്ഷീണിക്കുമ്പോൾ ദൈവം നിന്നെ ശക്തീകരിക്കുക. 3 വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. സ്തോത്രം. അവർ നിലത്തിലെ അനുഭവമില്ലായ്കയാൽ ബാധിതരായി ദുഃഖിക്കുന്നു. ആമേൻ. എന്ന് ബാധിതരായി ക്ഷീണിച്ചു പോകുന്നു.
പോകുന്നു. ഇവിടെ എന്താണ് അവർ ക്ഷീണിക്കാൻ കാരണം? അവർ പറയുകയാണ്, അവർ നിലത്തിൽ ഒത്തിരി കൃഷി ചെയ്തു, ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി പഠിച്ചു, പക്ഷെ ജയിക്കുന്നില്ല. ഒത്തിരി പഠിച്ചു, പക്ഷെ പരീക്ഷയുടെ തലേന്നെല്ലാം മറന്നു പോവുക. ഒത്തിരി പ്രാർത്ഥിച്ചു, പക്ഷെ കിട്ടുന്നില്ല. ഒത്തിരി 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 രാവും പകലും ജോലി ചെയ്തോ. ഈ ബാംഗ്ലൂരിലെ പൊടി മൊത്തം തിന്നു വാസ്ത്രേ, ഈ ബാംഗ്ലൂരിലെ വെയിൽ മൊത്തം തിന്നു വാസ്ത്രേ, ഉള്ള കരി അടിച്ചെൻ്റെ ഉടുപ്പ് മൊത്തം പോയി വാസ്ത്രേ, പക്ഷെ ഞാൻ മാത്രം രക്ഷപ്പെട്ടില്ല. ജീവിതത്തിൽ എവിടെയോ നിന്റെ നിലത്തു നിന്ന് അനുഭവങ്ങൾ വരാതിരിക്കുമ്പോൾ, നീ അധ്വാനിച്ചിട്ട് പച്ച പിടിക്കാതിരിക്കുമ്പോൾ നീ ക്ഷീണിച്ചു പോകാം. എന്നാൽ ഇന്ന് രാത്രി സ്വർഗം നിന്നെ ശക്തീകരിക്കുകയാണ്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തീകരണം നൽകുന്നു. ഇന്ന് രാത്രി ദൈവം ചിലരെ ആ മേഖലകളിൽ ശക്തീകരിക്കാൻ പോവുകയാണ്. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവശക്തി ഒരു ദൈവ പൈതൽ അനുഭവിക്കേണ്ട ആവശ്യകത. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എസ്ര 9:12, ആകയാൽ നിങ്ങൾ ശക്തിപ്പെട്ട് ദേശത്തിന്റെ നന്മ അനുഭവിക്കേണ്ടതിന്. ആകയാൽ നിങ്ങൾ ശക്തിപ്പെട്ട് ദേശത്തിന്റെ നന്മ അനുഭവിക്കണോ? ആകയാൽ നിങ്ങൾ ശക്തിപ്പെട്ട് ദേശത്തിന്റെ നന്മ അനുഭവിക്കണോ? അത് നിങ്ങളുടെ മക്കൾക്ക് അവകാശമായും വയ്ക്കണോ? നിങ്ങൾ ശക്തിപ്പെട്ട് ദേശത്തിന്റെ നന്മ അനുഭവിക്കണോ? ഇന്ന് രാത്രി കർത്താവ് ഇതിനകത്ത് ചിലരെ ശക്തീകരിക്കുകയാണ്. The Lord is strengthening you. The Lord is empowering you. എന്തിനു വേണ്ടിയാണ്? To eat the goodness of the land. നീ ദേശത്തിന്റെ നന്മ അനുഭവിക്കുക. നീ ദേശത്തിന്റെ ഫാറ്റ്നസ് അനുഭവിക്കുക. നീ ദേശത്തിന്റെ എച്ചിൽ വാരി തിന്നത്തില്ല. നീ ദേശത്തിന്റെ പുറംപോക്ക് പ്രാപിക്കത്തില്ല. The fat of the land, the goodness of the land. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ശക്തിയെ സ്വീകരിക്കുക. ഇന്ന് രാത്രി ദൈവ പൈതലേ, ദൈവത്തിന്റെ ശക്തിയാണ് നിന്നെ പ്രാപ്തനാക്കുന്നത്. You shall receive, you shall enjoy the goodness of the land, the fatness of the land. പുഷ്ടിയുള്ള ഭാഗത്തെ, നടുത്തുണ്ടത്തെ ഇന്ന് പകൽ സ്വർഗ നിനക്ക് തരും. അതിന് നിന്റെ മേലൊരു ശക്തി ഇറങ്ങണോ? അഭിഷേകത്തിന്റെ ശക്തി ഇല്ലാതെ നീ രാവേറെ അധ്വാനിച്ചിട്ടോ അഭിഷേകത്തിന് ആരാധനയ്ക്ക് വരാൻ, ആത്മാവി നിറയാൻ, കൈയടിക്കാൻ, ദൈവസന്നിധിയിൽ തുള്ളാനൊന്നും നിനക്ക് സമയമില്ല. നീ 24/7 നീ കിടന്നങ്ങ് അധ്വാനിച്ച് നിലത്തിലെ അനുഭവമില്ലാതെ നീ ക്ഷീണിച്ചു പോവുകയാ. പക്ഷേ ഇന്ന് രാത്രി നീ ഒന്ന് കറക്റ്റ് ചെയ്യും നിന്റെ ലൈഫിനെ. ഫസ്റ്റ് be empowered in God. ദൈവത്തിൽ നീ ശക്തിപ്പെട, സ്പിരിറ്റിൽ നീ എംപവർ ചെയ്യപ്പെട. എന്നിട്ട് നീ അങ്ങോട്ട് ഇറങ്ങ്. ദൈവം നിനക്ക് നന്മ തരൂ. You shall experience the goodness of the land. ശക്തിപ്പെട്ട് ദേശത്തിന്റെ നന്മ അനുഭവിക്കുക. ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് വിദേശങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ശക്തിയില്ലാതെ, അഭിഷേകത്തിന്റെ ബലമില്ലാതെ വല്ല നാട്ടിലും പോയി കഴിഞ്ഞാൽ ഇടി കൊണ്ട് നാട്ടല് വളയോ. പക്ഷേ ഇവിടെ നിന്ന് ശക്തിയോടെ, കൃപയോടെ, ദൈവബലത്തോടെ നീ കയറിപ്പോയോ. If God be for us, who can be against us? Ardana raganam sarati radana ardana ragasa pravaniya ardana ragadar pravaniya ardana saba pravani. ഒരു മനുഷ്യന്റെ അനുഗ്രഹം മുഴുവൻ അഭിഷേകത്തിന്റെ ശക്തിക്കത്ത. അതുകൊണ്ട് പത്രോസ് പറഞ്ഞത്, അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയോ ദാനം ചെയ്യുന്നുവല്ലോ. അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ദാനം ചെയ്യോ. ഒരു പൊളിറ്റീഷ്യൻ അല്ല, ഒരു ബ്യൂറോക്രാറ്റ് അല്ല, ഒരു ഫാമിലി അല്ല, പിന്നെയോ നിന്റെ നന്മയുടെ പ്രധാനത്തിന്റെ റിസോഴ്സിനെ വിശാലപ്പെടുത്തുന്നത് അവന്റെ ദിവ്യ ശക്തി. പിന്നെയും പറയുകയാണ്, നീ ചോദിക്കുന്നതിനെക്കാട്ടിലും, നീ നനയ്ക്കുന്നതിനെക്കാട്ടിലും ദൈവത്തിന് നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക. പക്ഷെ നിന്റെ അകത്തൊരു സിസ്റ്റം ഉണ്ടാകണം. രാവിലെ കർത്തൃദാസൻ ഓർപ്പിച്ച ഒരു ഭാഗമുണ്ട്. സ്തോത്ര. പിശാചിന് നിന്റെ മേൽ പ്രവർത്തിക്കാൻ നിന്റെ അകത്തൊരു സെൻസർ വേണം. എങ്കിലേ അവന് നിന്നിൽ ഒരു ഇമ്പാക്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുപോലെ ദൈവത്തിന് നിന്നിൽ പ്രവർത്തിക്കാൻ നിന്റെ അകത്തൊരു സെൻസർ വേണം. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിങ്ങളിൽ വ്യാപരിക്കുന്ന തന്റെ ശക്തിയെ കൊണ്ട്
Be empowered in spirit. Be empowered in spirit. You shall be wealthy. You shall be rich. You shall prosper. Ardhana Ragatiri Badakati, Ardhana Ragatiri Hadapravani, Abhishegamulla ഒരുത്തനും കടം കയറി മുടിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയുന്ന ഒരുത്തനും പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. The fatness of the land, the goodness of the land, it shall be provided. Ardhanama Saradhanadiya, Ardhana Regasya Rathenia, Ardha Legasya Pravania, Dira Dhara Dhara Dharasya, Ardhana Raga Salam Dharadia. Holy Spirit, oh ദൈവത്തിന്റെ ശക്തി ഒരു മനുഷ്യന്റെ മേൽ വരണം. അതിന്റെ ആവശ്യകത ദേശത്തിന്റെ നന്മ അനുഭവിപ്പാൻ. രണ്ട് ഞാൻ പറയട്ടെ. ഓ എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുകയാണ്, ഒടുവിൽ കർത്താവിലോ അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവീൻ. എന്തിനു വേണ്ടി? പിശാചിനോട് എതിർത്തു നിൽക്കുവാൻ കഴിയേണ്ടതിന്. ഓ പിശാചിനോട് എതിർത്തു നിൽക്കുവാൻ കഴിയേണ്ടതിന് 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. 10-ാം വാക്യത്തിൽ പറയുകയാണ്, നീ ശക്തീകരിക്കണം. 2-ാം വാക്യത്തിൽ പറയുകയാണ്, നീ ആയുധവർഗം ധരിക്കണം. Put on the armor. നീ ആയുധവർഗം ധരിക്കണം. വീണ്ടും 13-ാം വാക്യത്തിൽ പറയുകയാണ്, ആയുധവർഗം എടുക്കണം. ആയുധവർഗം എടുക്കണം. ആ 10 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആയുധവർഗത്തെ 2ആയി തിരിച്ച് പഠിപ്പിക്കുകയാണ്. ധരിക്കേണ്ടതായ ആയുധവർഗം, എടുക്കേണ്ടതായ ആയുധവർഗം. ഓ വാള് ധരിക്കുകയല്ല, വാൾ എടുക്കുകയാ. പക്ഷേ ചെരുപ്പ് എടുത്തോണ്ട് നടക്കുകയല്ല, ചെരുപ്പ് ധരിച്ചോണ്ട് നടക്കുകയാ. ഇങ്ങനെ 2 ഭാഗമായി പറയുകയാണ്. നീ ധരിക്കേണ്ട ആയുധവർഗ, നീ ധരിക്കേണ്ട ആയുധവർഗ, നീ എടുക്കേണ്ട ആയുധവർഗ. പക്ഷെ ആയുധവർഗം ധരിക്കുകയും എടുക്കുകയും ചെയ്യുന്നതിന് മുമ്പേ നീ എന്ത് ചെയ്യണം? പിശാചിനോട് എതിർത്തു നിൽപ്പാൻ, അവന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവേ. ആമേൻ. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ അവൻ വല്ലവിധേനയും നിന്നെ പൊളിക്കാൻ നോക്കാം. പക്ഷെ be empowered in the spirit, be strengthened in the spirit. അവന്റെ ശക്തികൾ, അവന്റെ തന്ത്രങ്ങൾ, അവന്റെ ആയുധങ്ങൾ നിലം ഭരിച്ചാകട്ടെ. അവന്റെ ആയുധങ്ങൾ നിലം ഭരിച്ചാകട്ടെ. ഇസ്രായേലിന്റെ അയൺ ഡോമിനെതിരെ ഇറാൻ നിരന്തരമായി മിസൈലുകൾ വിട്ടു. മിസൈലുകളെല്ലാം ആകാശത്ത് പുകഞ്ഞു കഴിഞ്ഞപ്പോൾ ഇറാൻ പറഞ്ഞു, ഞങ്ങൾ യുദ്ധം നിർത്തി. എന്താ ഇറാനെ, ഇസ്രായേലിൽ ഒരു മിസൈലും വീണില്ലല്ലോ, പിന്നെന്താ നീ യുദ്ധം നിർത്തിയത്? ഇസ്രായേലിൽ ഒന്നും വീണില്ലെങ്കിലോ ഞങ്ങളുടെ മിസൈൽ എല്ലാം തീർന്നോ? അതെവിടെ തീർന്നോ? അതെല്ലാം ആകാശത്ത് പുകഞ്ഞുപോയി. കാരണം അവന്റെ ആകാശത്തിന്റെ മീതെ ഒരു അയൺ ഡോം നിൽക്കുകയായിരുന്നു. ഇതാണ് ഒരു അഭിഷക്തന്റെ യുദ്ധമണ്ഡലം. അവൻ മിസൈൽ വിട്ട് അവന്റെ ആയുധപ്പുര കാലിയാകുമെന്നല്ലാതെ നിന്റെ തലത്തിൽ ഒരു വെടിയുണ്ട പോലും വീഴത്തില്ല. അഭിഷേകത്തിന്റെ ശക്തിയുള്ള ഒരു ദൈവ പൈതലിന്റെ കുടുംബത്തിൽ ഒരു ബീഡി പടക്കം പൊട്ടിക്കാൻ പോലും പന്ന സാത്താന് കഴിയത്തില്ലെന്നേ. I trust in the Lord. I trust in the Lord. ദൈവം നമ്മുടെ സങ്കേതം മാത്രമല്ല. ദൈവം നമ്മുടെ സങ്കേതം മാത്രമല്ല. ദൈവം നമ്മുടെ സങ്കേതം മാത്രമല്ല. ദൈവം നമ്മുടെ ബലവുമാണ്. സങ്കേതമാണെങ്കിൽ ഞാൻ എന്തു ചെയ്യോ? ഓടിക്കേറി ഒളിച്ചിരിക്കോ. പക്ഷെ ബലമാണെങ്കിൽ എന്തു ചെയ്യോ? ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങോ. യുദ്ധ ദിവസത്തിൽ ഒളിച്ചിരിക്കുന്ന ഇടം മാത്രമല്ല, the presence of God to fight again, to attack him. Holy, 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 holy. ദൈവശക്തിയുടെ എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ശുശ്രൂഷയുടെ വ്യാപ്തി അവന്റെ മേലുള്ള ദൈവശക്തിയാണ്. പൗലോസ് പറയുകയാണ്,
തിമോഥെയോസിന്റെ 2 ലേഖനം 4 അധ്യായം 17 വാക്യം. കർത്താവോ എനിക്ക് തുണ നിന്നു, എൻ്റെ പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. ഹോളി സ്പിരിറ്റ്. ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ പ്രസംഗം പൂർത്തീകരിക്കപ്പെടണം. 2, ഞാൻ പ്രസംഗിക്കുന്നതെല്ലാം യൂട്യൂബുകാർക്ക് 100 രൂപ കൊടുത്ത് 1000 രൂപ കൊടുത്ത് സ്പോൺസർ ചെയ്ത് ഞാൻ വ്യൂവർഷിപ്പ് കൂട്ടിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഞാൻ എൻ്റെ പ്രസംഗമെല്ലാം എൻ്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ പ്രസംഗമെല്ലാം സ്റ്റാറ്റസ് ഇടണം. ഞാൻ ഇന്ന് എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്, ഞാൻ ഇന്നലെ എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്, ഇതെല്ലാം ഞാനിങ്ങനെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരുന്നാൽ 4 പേരറിയും ഞാൻ പ്രസംഗിക്കാൻ ഇറങ്ങിയെന്ന്. അങ്ങനെയാണോ പറഞ്ഞതല്ല. എൻ്റെ ദൈവം എൻ്റെ മേലൊരു ശക്തി നൽകി. ആ ശക്തി ജാതികളുടെ ഇടയിലേക്ക് എൻ്റെ പ്രസംഗം എക്കോ ചെയ്യാൻ തുടങ്ങി. Enlarge the ministry realm. ഇന്നത്തെ യൗവന തലമുറയുടെയൊക്കെ അടുക്കൽ ഞാൻ പറയട്ടെ, നമ്മുടെ പിതാക്കന്മാർ ദൈവവചനം കൊണ്ട് ലോക പ്രശസ്തരായത് യൂട്യൂബിന്റെ സപ്പോർട്ടിനകത്തും ഫേസ്ബുക്കിന്റെ സപ്പോർട്ടിനകത്തും വാട്സപ്പിന്റെ ഷെയറിങ്ങിനകത്തൊന്നുമല്ല. പകരം അവരുടെ പ്രാർത്ഥനയിൽ ദൈവം പകർന്ന ശക്തിക്കകത്ത്, മൊബൈലില്ലാത്ത, ഇന്റർനെറ്റ് ഇല്ലാത്ത, മീഡിയ ഇല്ലാത്ത കാലത്ത് ലോകത്തിന്റെ 5 വൻകരകളിലും അവർ കടന്നുപോയി സുവിശേഷം അറിയിച്ചത് അവരുടെ അകത്തു കിടന്ന ദൈവത്തിന്റെ ശക്തിയായിരുന്നെങ്കിൽ, മീഡിയ അല്ല നിന്റെ പ്രൊപ്പഗണ്ട, അഭിഷേകമാണ് നിന്റെ പ്രൊപ്പഗണ്ട. Holy Marakasha Pravonia, Arthenia Pravasharthania, Arthanama Pravasharthania, Arthana, Muidiala in the propaganda, on in the propagation, Deva Pindagarangil Kodika, the divine propagation, Harasatalania, Arthana Saga Pravenia, Lotoria Nahasatari, Holy Spirit, here Rekesaba Praveni, hey Rakaturiana. ദൈവശക്തി നിന്റെ മേൽ വന്നാൽ ദേശത്തിൻ്റെ നന്മ അനുഭവിക്കും. പൈശാചിക മണ്ഡലങ്ങളോട് എതിർത്ത് നിൽക്കും. ശുശ്രൂഷയിൽ നീ അനുഗ്രഹിക്കപ്പെടും, വിശാലപ്പെടും. എൻ്റെ സമയം അവസാനിക്കുമ്പോൾ 2-3 വിഷയങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ. എങ്ങനെ ഒരു ദൈവ പൈതലിന് ശക്തീകരിക്കപ്പെടാൻ കഴിയും? ഞാൻ വാക്യങ്ങളെ പറഞ്ഞു വിടുകയാണ്. 119 സങ്കീർത്തനം 28 വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ ഇംഗ്ലീഷ് വെർഷനാണ് കറക്റ്റ്. 119:28. Strengthen me according to thy word. എൻ്റെ വചന പ്രകാരം എന്നെ ശക്തീകരിക്കണമേ. Meditate the word of God, read the word of God, study the word of God, obey the word of God, keep the word of God, by heart the word of God, rejoice, delight in the word of God. ദൈവത്തിൻ്റെ വചനത്തെ കർത്താവിൻ്റെ ഭാഷ പറഞ്ഞ ഇതിനെ അങ്ങ് തിന്നാൻ കഴിയുമെങ്കിൽ ഇതിനെ അങ്ങ് തിന്നാൻ കഴിയണം. യോബേലിൻ്റെ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. യഹോവയുടെ തൻ്റെ സൈന്യത്തിൻ്റെ മുമ്പിൽ അവൻ മേഘനാദം കേൾപ്പിക്കുന്നു. അവൻ്റെ പാളയം അത്യന്തം വലിയതും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. എന്നോട് ചേർന്ന 3 വാക്കുകൾ എന്ന് പറഞ്ഞേ. അവൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. obey, keep the word of God, love the word of God, delight in the word of God. Holy Spirit, വചനത്തെ കഷ്ടപ്പെട്ട് പഠിക്കരുത്, വചനത്തെ ഇഷ്ടപ്പെട്ട് പഠിക്കണം. Holy Spirit, ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, പലപ്പോഴും പറയുന്നത്, സമയം കിട്ടുമ്പോൾ ആരും ബൈബിൾ വായിക്കരുത് കേട്ടോ. സമയം കിട്ടുമ്പോൾ ആരും ബൈബിൾ വായിക്കരുത്. സമയം കിട്ടുമ്പോൾ നിങ്ങൾ യൂട്യൂബ് കാണണം. സമയം കിട്ടുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫോൺ ചെയ്ത് സംസാരിക്കണം. സമയം കിട്ടുമ്പോൾ നിങ്ങൾ കിടന്നൊന്ന് ഉറങ്ങണം. പകരം സമയം കിട്ടുമ്പോൾ ഒരിക്കലും ബൈബിൾ വായിക്കരുത്. പകരം സമയം വേർതിരിച്ച് ബൈബിൾ വായിക്കണം. സമയം കിട്ടുമ്പോൾ ചെയ്യേണ്ട കാര്യമല്ല ബൈബിൾ വായന. സഭപ്രവാനിയ, ഇന്ന് വരെ ആരെങ്കിലും സ്തോത്ര ഇന്ന് പല്ല് തേക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുള്ളവനെ നമ്മളാരും നമ്മുടെ കൂട്ടത്തിൽ എണ്ണാറില്ല. സമയം കിട്ടുമ്പോഴല്ല പല്ല് തേക്കുന്നത്, സമയം കണ്ടെത്തിയ പല്ല് തേക്കുന്നത്. ഹോളി സ്പിരിറ്റ്. ആകയാൽ സമയം കിട്ടുമ്പോൾ ഒരിക്കലും ബൈബിൾ വായിക്കരുത്, സമയം കണ്ടെത്തി ബൈബിൾ വായിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മളെ ശക്തരാക്കാം. 2 റോമാലേഖനം 4-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു പോവുകയാണ്. റോമാലേഖനം 4-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ, അടുത്ത ഭാഗം വിശ്വാസത്തിൽ
വിശ്വാസത്തിൽ ശക്തിപ്പെട്ടോ. വിശ്വാസം നിന്നെ ശക്തീകരിക്കും, വചനം നിന്നെ ശക്തീകരിക്കും, വിശ്വാസം നിന്നെ ശക്തീകരിക്കുക. മൂന്നാമതായി തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ മകനെ ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ 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 ശക്തിപ്പെടുക. കൃപയാലുള്ള ശക്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ കൃപ വേണോപ്പാ എന്നൊക്കെ പറയുക. പക്ഷേ എപ്പോഴായി കൃപ വ്യാപരിക്കുന്നതെന്നറിയാമോ? 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു മറുപടി കിട്ടാതിരുന്നപ്പോഴാ പൗലോസിന്റെ അടുക്കൽ പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതകളിൽ മേൽ. മൈ പവർ ഷാൽ റെസ്റ്റ് അപ്പോൺ ദ ഇൻഫോർമിറ്റീസ്. അതാണ് കൃപ. ആമേൻ. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടിയാൽ കൃപ കിട്ടത്തില്ല. എല്ലാ പ്രാർത്ഥനയ്ക്കും ടപ്പേ എന്ന് മറുപടി കിട്ടിയാൽ കൃപ കിട്ടത്തില്ല. ഇന്ന് രാത്രികാലം എനിക്ക് മറുപടികൾ ലഭിക്കാൻ ഞാൻ പ്രാർത്ഥനയ്ക്ക് സ്തോത്രം. അവിടെയാണ് എനിക്ക് കൃപ ലഭിച്ചത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥനയുടെ മറുപടിയാണോ സുഖം? പ്രാർത്ഥനയുടെ മറുപടിക്ക് പകരമുള്ള കൃപയാണോ സുഖ? എൻ്റെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പറയാ, കർത്താവെ, സാക്ഷി പറയാൻ ഒത്തിരി മറുപടികളുണ്ട്, പക്ഷെ അതിനെക്കാട്ടിലും സുഖം ആ കൃപയാണ്. കൃപ 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 കൃപ. ഒരു 10 പ്രാവശ്യം കരമുയർത്തി പറഞ്ഞേ, കൃപ 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 എന്ന ആർപ്പോടെ, കൃപ കൃപ എന്ന ആർപ്പോടെ അതിന് ആണിക്കല്ലുക ഏറ്റോ. കൃപ കൃപ. കുഞ്ഞുങ്ങൾ, യൗവനക്കാരോടൊക്കെ ഞാൻ പറയട്ടെ, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് പോലെ, സ്തോത്രം ഹല്ലേലൂയയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ, ഏകാന്തതകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ, കൃപ 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 കൃപ. എന്തൊരു സുഖമാണെന്നറിയാമോ? എന്തൊരു പവറാതിനകത്തെന്നറിയാമോ? ഒന്ന് വചനത്താൽ ശക്തീകരിക്കപ്പെടോ. 2 വിശ്വാസത്താൽ ശക്തീകരിക്കപ്പെടോ. 3 കൃപയാൽ ശക്തീകരിക്കപ്പെടോ. 4 ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 43-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണിച്ചിട്ട് പറയുകയാണ്, അവനെ ശക്തിപ്പെടുത്തുവാൻ, അവനെ ശക്തിപ്പെടുത്തുവാൻ, അവനെ ശക്തിപ്പെടുത്തുവാൻ, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി. An angelic realm will be open for you in your prayer room, in your prayer chamber, in your service, to empower you. ദൂതന്മാരിറങ്ങോ. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ യേശുവിന് വിശന്നു. പക്ഷേ ഒരു കല്ലെടുത്ത് അപ്പമാക്കി തിന്നാനുള്ള സകല അധികാരമുണ്ടായിട്ടോ അധികാരത്തെ സാധ്യതയും വിട്ട് മരുഭൂമിയിലെ ബലഹീനതയിൽ ഇരുന്ന യേശുവിന്റെ അടുക്കലേക്ക് ദൂതന്മാർ ഇറങ്ങി വന്നു. ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്ന ഏലിയാവിന്റെ അടുക്കലേക്ക് ദൂതൻ ഇറങ്ങി വന്നു. നെബോ എന്ന പർവ്വതത്തിൽ, പിസ്ഗ എന്ന കൊടുമുടിയിൽ മോശയുടെ ശരീരത്തിന് വേണ്ടി ശത്രു വാദിക്കുമ്പോൾ ദൂതൻ ഇറങ്ങി വന്നു. ദാനിയേലിന് വേണ്ടി ദൂതൻ ഇറങ്ങി വന്നു. ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ കടന്നു വന്ന് അവസാനിപ്പിക്കുക. മീഖായുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. മീഖായുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എങ്കിലും ഞാൻ യാക്കോബിനോട് അവൻ്റെ അതിക്രമവും ഇസ്രായേലിനോട് അവൻ്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന്. കുഞ്ഞുകളി കാര്യമൊന്നുമല്ല കേട്ടോ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും മോനെ, നിനക്കൊരു ഭാവിയുണ്ട് മോനെ. ഇതൊന്നും അല്ല, എൻ്റെ കയ്യിലിരിപ്പൊന്നും ശരിയല്ല കേട്ടോ. ഇത് പറയാനോ കർത്താവ് പറയണം, നിന്നെ കണ്ടത് പറ്റും പറയാൻ. കർത്താവ് ഞാനവിടെ പോയി പറഞ്ഞാൽ നമ്മൾ കാലവാരി എന്നെ നിലത്തടിക്കും. നീ പറയും, ഒരുത്തനും തിരിഞ്ഞു നിൽക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. You shall be strengthened in the power of Holy Ghost. പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുക എന്ന് പറയുമ്പോൾ ഉത്തമഗീതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ഒരു ശക്തീകരണമുണ്ട്. അത് മലയാളത്തിൽ വളരെ മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അവിടെ പറയുകയാണ്, ഞാൻ പ്രേമ പരവശയായിരിക്കാൻ
മുന്തിരി അട തന്ന് എന്നെ ശക്തീകരിപ്പി. മുന്തിരി അട തന്ന് എന്നെ ശക്തീകരിപ്പി. എനിക്കൊരു പച്ച മുന്തിരിങ്ങ പോരാ, എനിക്ക് മുന്തിരിങ്ങ വാറ്റിയ വീഞ്ഞും പോരാ, അതിലൊക്കെ ഒരു ഹയർ ലെവൽ. അതിങ്ങനെ വാറ്റിയെടുത്ത് ഇങ്ങനെ കേക്കാക്കി അടയാക്കി വെക്കത്തില്ലേ, അതിങ്ങനെ ഉണക്കിയെടുത്ത് കുഴച്ചെടുത്ത ഒരു ഹൈ കോൺസെൻട്രേറ്റഡ് അനോയിൻറ്റിങ്, ഒരു ഹെവി അനോയിൻറ്റിങ്. എനിക്ക് മുന്തിരി വേണ്ട, എനിക്ക് മുന്തിരിയുടെ വീഞ്ഞും വേണ്ട, ഞാൻ പുതുവീഞ്ഞ് കുടിച്ചുള്ള അഭിഷേകം അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് മുന്തിരിയുടെ അട വേണം. ഹെവി അനോയിൻറ്റിങ്, ഹെവി അനോയിൻറ്റിങ്. ഇന്ന് രാത്രി എത്ര പേർ പറയോ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണമേ, അവിടുത്തെ ബലം എനിക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ഇന്ന് രാത്രി ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് കരം ഒട്ടിച്ച് പൈശാചിക മണ്ഡലങ്ങളെ ചവിട്ടി മെതിച്ച് ആത്മതലത്തിൽ ഉയർന്നു നിന്ന് അഭിഷക്തന്മാരോടൊപ്പം കൃപാവരങ്ങളുടെ ശക്തിയിൽ ആ മുന്തിരി അടയുടെ അഭിഷേക ശക്തിക്കകത്ത് കയറി നിന്ന് ഒന്ന് പറഞ്ഞ്, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ.